അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ,
എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ദിവസമുണ്ടായി. ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ അലക്സസിനോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ സംസാരിച്ചതല്ല, അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരു മനുഷ്യൻ്റെ ആത്മീയ വിജയമെന്ന് പറയണത് മരിക്കണ മുമ്പ് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പോൾ നിങ്ങളവർക്ക് നമ്മളിങ്ങനെ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവ് 10,000 കണക്കിന് ചെല്ലുന്നില്ലേ? ചെല്ലുന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ല. അത് പ്രശ്നത്തില്ലേ, ഇപ്പം ഞാൻ ഉദാഹരണം കൂടെ പറയട്ടെ. ആലപ്പുഴയിൽ നിന്ന് കുറേ കയറൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ. ഇപ്പം ചില വീടുകളൊക്കെ ഒരു 2-3 തറയുണ്ടാവും ഈ കയറുണ്ടാക്കണ തറകൾ. പക്ഷേ ഒരെണ്ണമൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഞാനവരോട് ചോദിക്കും, ചേട്ടായി ഇതിലൊന്നും ഇപ്പം കയറുണ്ടാക്കണില്ലേ, തടുക്കുണ്ടാക്കണില്ലേ? അപ്പോൾ പറയാം, അച്ഛാ അതിന് ഓർഡറൊന്നുമില്ല അച്ഛാ എന്ന് പറയും. അപ്പോൾ ഓർഡർ ആരാ തരേണ്ടത്? ആലപ്പുഴത്തെ കയറ്റ് കമ്പനിക്കാരാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ മുതലാളിമാർ ചില സമയത്ത് 1-2 കയറ്റ് കമ്പനി വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവിടെയും പ്രശ്നം അതാണ്. അവർ ഗോഡൗണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ വലിയ ഗോഡൗണുകൾ. അതിനകത്ത് പക്ഷേ ചരക്ക് കുറവാണ്. എന്താ കാര്യം പറയുമ്പോൾ ഓർഡറില്ലെന്ന് വെച്ചാണ് അവരും പറയേണ്ടത്. ഓർഡറില്ല വെച്ചാൽ എവിടുന്ന് ഓർഡറില്ല? ഫോറിൻ ഓർഡറേ, ഇവർ ജർമ്മനിയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യണം. അപ്പം ഈ കയറിന് ചിലപ്പോൾ ജൂട്ട് കയറി അവിടെ മുൻകൂർ അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഈ ബംഗാളിൽ നിന്നൊക്കെ കൊണ്ട് അടിക്കും. അപ്പോൾ കയറിന് ഡിമാൻഡ് കുറയും, ഓർഡർ കുറയും. അപ്പോൾ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കാനുള്ള ഓർഡർ വാങ്ങിച്ചെടുക്കണം ദൈവത്തിലേക്ക്. അത് ഭയങ്കര അത് ആത്മീയ കാര്യം ഇല്ല. അങ്ങനെയാണ് ദൈവമായിട്ട് ഉള്ള എല്ലാ റിലേഷൻസിലും. ഇപ്പം ഈ കർത്താവിൻ്റെ കൂടെ കുറേ ആൾക്കാർ മരിച്ചേ, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഒരു 6000 ഈ നല്ല കള്ളനും ചീത്തക്കള്ളനും നല്ല കള്ളനും ഉൾപ്പെടെ 6000 പേരാണ് ആ കാലഘട്ടങ്ങളിൽ കുരിശിൽ തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ. ആ ഒരു കാലഘട്ടം, ആ ഒരു 200-300 കൊല്ലത്തിനുള്ളിൽ 6000 പേര് കുരിശിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, അത് ഈ പിതാവായ ദൈവം എനിക്ക് അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന് പറയുന്നത്. യോഹന്നാൻ 6:27. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. കാര്യം വെച്ചാൽ ഇവൻ്റെ ബലി മാത്രം, എത്ര പേര് കുരിശ് തൂങ്ങിയാൽ 10,000 പേര് കുരിശ് തൂങ്ങേണ്ട കാര്യമില്ല. ഇവൻ്റെ ഈ കുരിശ് മരണം മാത്രമേ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പിതാവ് അഡ്വാൻസായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ളൂ. ഇത് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെ വിഷയം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണമെന്ന് വിചാരിച്ചു. ഈ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണ മുമ്പ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഓർഡർ, ഈ സ്വർഗസ്ഥനായ പിതാവ് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ലൈസൻസ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ല വെറുതെ കയറ്റി വിടാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുമാത്രം ചില സമയത്തൊക്കെ കഴിഞ്ഞ കൊല്ലവും സംഭവിച്ചല്ലേ, അമേരിക്കയിൽ നിന്നൊക്കെ ആ ചെമ്മീൻ മുഴുവനും അവിടെ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടുന്ന് കയറ്റി അയച്ച ചെമ്മീൻ അമേരിക്കയിൽ ചെന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ചെമ്മീൻ്റെ അകത്ത് ബാക്ടീരിയ കണ്ടെത്തി. അവരാ കപ്പൽ മൊത്തം, കോടിക്കണക്കിന് രൂപയുടെ കപ്പൽ മൊത്തം ചെമ്മീൻ റിജക്റ്റ് ചെയ്ത് ഒരു ചെമ്മീനിൽ ബാക്ടീരിയ കണ്ടെത്തിയതാണ്.
ഈ നമ്മുടെ സ്വർഗസ്നായ പിതാവിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാം റിജക്റ്റഡ് ആകും. ബാക്ടീരിയ ഫ്രീ അല്ലെങ്കിൽ എന്താ കാര്യം എന്നറിയാം? ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർ ലൈസൻസിന് 8 എടുക്കത്തില്ലേ, 8 എടുത്തേച്ച് പറയും എൻ്റെ അച്ഛ അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടിയെന്ന് പറയും. അവസാനത്തെ കമ്പ്യൂട്ടർ മുട്ടി, ആളെ വിട്ടായി. 8 എടുത്തിട്ട് സ്കൂട്ടർ 8 എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ 4 കമ്പനിയായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് വെട്ടിച്ചും കൊണ്ട് അവസാനത്തെ 2 കമ്പിയപ്പോൾ പോയി. ഇപ്പം രക്ഷപ്പെടും എന്ന് ഇപ്പം അവസാനത്തെ 2 കമ്പിയിട്ട് 1 കമ്പിയിട്ട് മുട്ടി പോയി, ലൈസൻസ് പോയി. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനും പറ്റണ ഇതാണ്. ഇപ്പം സ്വർഗസ്ഥനായ അങ്ങയുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പോൾ ആ 2 കമ്പിയായി. അങ്ങയുടെ രാജ്യം വരണമേ, അത് കുഴപ്പമില്ല. അതൊരു കമ്പി, 3ാമത്തെ കമ്പി. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, 4ാമത്തെ കമ്പി. കുഴപ്പമില്ല, നമുക്ക് വലിയ റിസ്ക് ഇല്ല അതൊക്കെ. പിന്നെ എന്താ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അത് 5ാമത്തെ കമ്പിയാണ്. അത് കുഴപ്പം റിസ്ക്കിലാണ് പോകും. പിന്നെ എന്താ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ, അയ്യോ അത് 6ാമത്തെ കമ്പിയാണ്, മുട്ടും, ഔട്ടാവും. ചില ആൾക്കാർ വയസ്സ് 75 ഉണ്ടെങ്കിലും ഇന്ന് വരെ സ്വർഗസ്ഥനായ പിതാവ് കയറ്റി അയച്ചത് എല്ലാം റിജക്റ്റായിരിക്കും. എന്താ കാര്യം? 6ാമത്തെ കമ്പിയിട്ട് മുട്ടിയിരിക്കുകയാണ്. എന്താണ്? മറ്റുള്ളവരോട് ഇപ്പോൾ ക്ഷമിച്ചിട്ടില്ല, അവരോട് മിണ്ടണില്ല, അവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവർ കാണുമ്പോൾ മുഖത്തെ കയറ്റും, എന്നിട്ട് പിന്നെയും കണാകുണാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാ സ്വർഗസ്ഥനായ പിതാവ് റിജക്റ്റഡായി. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്, പ്രാർത്ഥനയുടെ റിസ്ക് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള കഴിവുകേട കഷ്ടപ്പാടൊന്നുമല്ല. ഈ പ്രാർത്ഥന ദൈവത്തിനെ കൊണ്ട് സ്വീകരിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രാർത്ഥനയുടെ ഓർഡർ ലഭിക്കുന്ന പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചേക്കണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്വീകാര്യമാകാൻ വേണ്ടി മുൻകൂർ ദൈവതിരുസന്നിധി വെടിപ്പായി നിൽക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ ലിജ മെറിൻ ജോസഫ്. ഇതെൻ്റെ ഹസ്ബൻഡ് സോജറ്റ് സെബാസ്റ്റ്യൻ. ഇതെൻ്റെ ആൻറ്റി മരിയ ജേക്കബ്. ആൻറ്റി കാനഡയിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ കുറിച്ചി സെൻറ്റ് ജോസഫ് ഇടബയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ചമ്പക്കുളം സൈഡിൽ നിന്നാണ്. ഞാൻ കല്യാണം കഴിച്ചേക്കുന്നതാണ് കുറിച്ചിയിൽ. ഇന്നലെയായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങളുടെ അവിടെ കൃപാസനത്തിൻ്റെ പത്രമൊക്കെ ആളുകൾ വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ വീട്ടിലും കൊണ്ട് വെക്കാറുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ധ്യാന കേന്ദ്രത്തിലും ഒക്കെ കിട്ടുന്ന പാംലെറ്റ് പോലെ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ലായിരുന്നു. ഒരിക്കലും എൻ്റെ ഇവിടെ വരുന്നതിന് മുന്നേ എൻ്റെ ആൻറ്റി, എൻ്റെ മപ്പായുടെ മൂത്ത സഹോദരി ഒരു ദിവസം വന്നിട്ട് എന്നോട് ഇങ്ങനെ കൃപാസനത്തെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഈ കൃപാസനത്തിൻ്റെ ഈ വിശുദ്ധിയെ പറ്റിയൊക്കെ ഞാൻ കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ എനിക്കിവിടെ വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ഡീറ്റെയിൽ ഒരു ഒരുക്കമില്ലാതെ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് വേണം നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നല്ലതായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാനയൊക്കെ കൂടി അന്ന് നവംബർ 3, 2023 ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത്. അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് വരുമ്പം ജോലിയില്ലായിരുന്നു. ഞാൻ പാസ് ഔട്ട് ആവുന്നതിന് മുന്നേ ഞാൻ ഡെൻറ്റിസ്റ്റായിട്ട് ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പലയിടത്തും ഇങ്ങനെ ജോലിക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെയെങ്കിലും. പിന്നെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഓരോരുത്തടത്തും ചെല്ലുമ്പം എനിക്ക് മെറിറ്റുണ്ട്, മാർക്കുള്ള ആളാണ്. പക്ഷെ ഞാൻ ഈ ഉള്ള എല്ലാ എൻ്റെ മാർക്കും ഒക്കെ വെച്ച് പല ക്ലിനിക്കിലും പോയിട്ട് ചോദിക്കുമ്പം എല്ലാവരും റിജക്ഷനാണ്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ അവർ പറയും ഇനി PGക്ക് പ്രിപ്പയർ ചെയ്തോളൂ, അതല്ലെന്നുണ്ടെങ്കിൽ പറയും ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി വേക്കൻസി ഇല്ല. ഞാൻ വിചാരിച്ച് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും മാർക്കുള്ളത് കൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ കോട്ടയം ഏരിയയിൽ ഞാൻ നടന്ന് എന്ന് റിസപ്ഷനിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ CV. പക്ഷേ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ CV ചുരുട്ടിക്കൂട്ടി കളയുന്നത് വരെ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ അതാണ് ആദ്യമായിട്ട് എൻ്റെ നിയോഗമായിട്ട് വെച്ചത്, എനിക്കൊരു ജോലി കിട്ടണം. കാരണം ആ സമയത്ത് കോവിഡൊക്കെ കന്നു കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ ജോലിയൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. സോ സാമ്പത്തികമായിട്ട് ലിറ്റിൽ ബിറ്റ് ടൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തെടുത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണെന്നറിയത്തില്ല, ഒരാൾ മുഖേന ഇവിടെ ഉടമ്പടി എടുത്ത് നവംബർ 3 എടുത്തു. ഒരു നവംബർ ലാസ്റ്റൊക്കെ ആയപ്പം ഒരു അങ്കിള് പറഞ്ഞു,
എൻ്റെ പപ്പയുടെ ഒരു റിലേറ്റീവാണ്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു, എവിടെയെങ്കിലും ജോലിയുണ്ടോ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഇത്രയും ക്ലിനിക്ക് ഞാൻ നേരിട്ട് പോയി എൻ്റെ CV എല്ലാം കൊടുത്തിട്ട് രക്ഷയില്ല. പിന്നെ അങ്കിൾ പറഞ്ഞിട്ട് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല, കാരണം പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ എടുക്കുന്നത്, അല്ല നേരിട്ട് കാണണ്ടേ. അപ്പം ഡിസംബർ 6-ാം തീയതി അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്തൊന്ന് വരണം, ഒരു ഡോക്ടർ നിന്നെ ഒന്ന് അന്വേഷിച്ചു, ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഡിസംബർ 7-ാം തീയതി, അതായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, അന്ന് ഞാനും എൻ്റെ പപ്പായും കൂടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ചൊല്ലി. ഞാൻ സാധാരണ അതുമാത്രം ചൊല്ലും, ഈ വീഡിയോ കാണാറില്ല. അന്ന് യൂട്യൂബിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ രാവിലത്തെ പ്രാർത്ഥന ഇടാറുണ്ട്. ഞാനത് പോരുന്ന വഴി, എനിക്ക് കോട്ടയം ഞാലിയാങ്കുഴിയിലായിരുന്നു ക്ലിനിക്ക്. അപ്പം ഞാൻ അവിടെ പോകുന്ന വഴി പ്രാർത്ഥന കണ്ട് കൊന്ത ചൊല്ലി, ബൈബിൾ എൻ്റെ ഫോണിലുണ്ട് ആപ്പായിട്ട്, അതിൽ വായിച്ച് അങ്ങനെയാണ് ഞാൻ വന്നത്. ചെന്നിട്ട് ഞാൻ കുറേ CV, എൻ്റെ ഇതുവരെ ക്ലിനിക്കലിൻ്റെ മാർക്ക് അതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഡോക്ടർ എൻ്റെ ഇതൊന്നും മേടിച്ചില്ല. എന്നോട് ആകെ ചോദിച്ചത്, കൊച്ചിൻ്റെ പേരെന്താ, കൊച്ച് ഏത് ഇയറാണ് പാസ് ഔട്ടായി, എത്ര മാർക്കുണ്ടെന്നോ ഒന്നും ചോദിച്ചില്ല, ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, ഇത്ര മാത്രം ചോദിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പും തൈലം ഞാൻ നെറ്റി പുരട്ടിയിരുന്നു. പിന്നെ എൻ്റെ കൂടെ എപ്പോഴും കാശുരൂപമുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് ഞാൻ ആ ക്ലിനിക്കിലോട്ട് കയറുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അമ്മ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വീടിൻ്റെ വാതിക്കൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ആ ശബ്ദം കേൾക്കാം, പോയി നിൻ്റെ അലമാരിയിലിരിക്കുന്ന വൈറ്റ് കോട്ടും കൂടെ എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഞാനോർത്ത് എന്തിനാ ഈ വൈറ്റ് കോട്ടൊക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എടുക്കുന്നതെന്ന് ഓർത്തു. അപ്പോഴത്തേക്കും പിന്നെ ആരോ പറഞ്ഞു, ഒരു പേനയും കൂടെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ റൂമിൽ പോയി, ഞാൻ ആ അലമാരിയിൽ എന്നോ വെച്ച കോട്ടാണ്, പുതിയതായിട്ടിരിക്കുന്നതാണ്, പുതിയതായിട്ട് പണ്ടെപ്പോഴോ മേടിച്ച് വെച്ചതാണ്. പുതിയ കോട്ട്, പുതിയ പേനയൊക്കെ ആയിട്ട് പോയി ഇൻ്റർവ്യൂവിന് പോവാണ്. പോയി ഇത്രയൊക്കെ ചോദിച്ചു. ഞാൻ വെളിയിലിറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡോക്ടറിനെ തിരിച്ച് വിളിച്ചിട്ട് ചോദിച്ചു, അതെ ഇന്ന് തൊട്ട് ഒന്ന് ജോലിക്ക് കയറി നോക്കുന്നോന്ന് ചോദിച്ചു, ഒന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. അന്ന് എന്നോട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, കോട്ടൊന്നും വല്ലതും ഉണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടായിട്ടാണ് വന്നേക്കുന്നത്, പേനയും കോട്ടും ഒക്കെ ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ റിസപ്ഷനിലെ ചേച്ചിയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ പഠിക്ക്, കോട്ടൊക്കെ ഇട്ട് പതുക്കെ ജോലിക്ക് തുടങ്ങിയല്ലോ. അന്ന് എന്നോടൊരു ഹാഫ് ഷിഫ്റ്റ് തുടങ്ങിയതാണ്. ഇപ്പം 2 വർഷമായിട്ട് ഞാൻ ആ ക്ലിനിക്കിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുകയാണ്. പിന്നെ ഉള്ള എൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞാനിപ്പം ഞാൻ എൻ്റെ 2 വയസ്സ് തൊട്ട് നിൽക്കുന്ന വീടുണ്ട്, അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ, അതായത് അത്യാവശ്യം കണ്ട പഴയ ഒരു വീടാണ്, അതിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും അല്ലെ ആരെങ്കിലും ഒക്കെ വിളിച്ചാലും അതൊന്നും കറക്റ്റായിട്ട് വരത്തില്ല. അവരെപ്പോഴും ലാഗ് അടുപ്പിച്ച് നിൽക്കും, ഒന്നും വരത്തില്ല. പിന്നെ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഉടമ്പടി ഉപ്പെടുത്തു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഉടമ്പടി ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നങ്ങിടും, എല്ലാ ദിവസവും ഇടും. അതൊരു 2 ദിവസം അങ്ങാണ്ട് ഇട്ടതേ ഉള്ളൂ. വരേണ്ടവരൊക്കെ കറക്റ്റായിട്ട് വന്നു. തീരേണ്ട ജോലി, ഞാൻ ഇത്രയും വർഷമായിട്ട് നോക്കിയിരുന്നിട്ട് നടക്കാത്ത ജോലി പടപടെ വിത്തിൻ 2 വീക്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒരു 2 ബാത്റൂമ്, എക്സ്റ്റൻഷൻ റൂമ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രശ്നം എൻ്റെ വിവാഹക്കാര്യമായിരുന്നു. വിവാഹക്കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാട്രിമോണിയിലൊക്കെ ഇടുമ്പം എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോഴും ചോദിക്കുന്ന എൻ്റെ അമ്മയുടെ ഒരു ബുദ്ധിമുട്ട് ജനറ്റിക്കലി, അതുകൊണ്ട് നിങ്ങൾക്കും വരാവോ എന്നുള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ കുറേ തവണയായിട്ട് അങ്ങനത്തെ ആ ഒരു കേൾവി കേട്ട് ഞാനും എടുത്തു. പിന്നെ എൻ്റെ അമ്മയ്ക്കും സങ്കടമായി. ഇപ്പം ഞാൻ പിന്നെ ലാസ്റ്റ് ഒരാളും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണമൊന്നും കഴിക്കേണ്ട, ഇതിങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ എൻ്റെ കാര്യമില്ലല്ലോ എന്ന്. അപ്പം ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ ആൻറ്റിയുടെ അടുത്താണ് പറഞ്ഞത് ആദ്യം. എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങി എനിക്കുള്ള ആളാണെങ്കിൽ മാത്രം ഇനി ഞാൻ ഫോണിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അപ്പോഴും എനിക്ക് ഉള്ളിൽ നിന്ന് എന്നോ പറഞ്ഞു, എനിക്ക് ആളുടെ ഒരു റിക്വസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, ഒന്ന് സംസാരിച്ച് നോക്ക്. ഞാൻ സംസാരിച്ചു, വീട്ടിലുള്ളവരുമൊക്കെ സംസാരിച്ചു. പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു പേടി, ഇനി പോകെ വരുമ്പോൾ വല്ലോ ബുദ്ധിമുട്ട് അമ്മയുടെ പറയൂ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ പറയൂ. കാരണം ഞാൻ മടുത്തു, കുറേ ആയി, 1-2 വർഷമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞാൽ മടുക്കും. അപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, ആൻറ്റി നല്ല വിശുദ്ധമായിട്ടാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. അപ്പം ഞാൻ ആൻറ്റിയോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആൻറ്റിയോട് സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ആൻറ്റി എന്തെങ്കിലും ഒരു അടയാളം വേണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പൽ വേണം, എനിക്കുള്ള ആളാണെന്നുള്ളത് എനിക്ക് മാതാവ് കാട്ടിത്തരണം, അതാണ് എൻ്റെ ഒരു ഇത്.
അപ്പം അങ്ങനെ ആൻറ്റിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കളറോ, ഇവിടെ ഞാൻ സാക്ഷ്യമൊക്കെ കേൾക്കും ബ്ലൂ അല്ലെ ഗ്രേ അല്ലേ, എന്തെങ്കിലും ഒരു കളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ അല്ലെ ഒരു ഇത് തോന്നും, അത് വെച്ചാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു സെപ്റ്റംബർ 8-ാം തീയതി മാതാവിൻ്റെ ജന്മദിനമാണ്, അതിനു മുന്നേ എനിക്ക് ഒരാളുടെ കറക്റ്റായിട്ട് ഇന്ന ആളാണെങ്കിൽ എനിക്ക് അതിന് മുന്നേ അതിൻ്റെ എന്തെങ്കിലും ഒരു സിമ്പിൾ, അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം അത് ബാക്കി ആൻറ്റി പറയും എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ പേര് മറിയ ജേക്കബ്, ഞാൻ കാനഡയിലാണ്. പറഞ്ഞ പോലെ അവളുടെ ഫാദറിൻ്റെ സിസ്റ്റർ, ഇളയ സിസ്റ്ററാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ലിജ പറഞ്ഞതുപോലെ അവളുടെ പ്രപ്പോസൽ എൻ്റെ തുടക്കത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഈ പ്രപ്പോസൽ വന്ന് ഇവർ പ്രൊസീഡ് ചെയ്യാം എന്ന രീതിയിലായപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞിരുന്നു, ആൻറ്റി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഇത് എനിക്ക് തന്നെയുള്ള തീരുമാനമെടുക്കാനുള്ള ആളാണോ എന്നെനിക്കൊരു സൈൻ അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വേണം. അപ്പോൾ അത് ഡേറ്റ് പറയുവാണെങ്കിൽ ജൂലൈ 20 ഒരു ഞായറാഴ്ചയായിരുന്നു. ഇവർ അത് തീരുമാനിക്കാൻ ഉദ്ദേശിച്ച ദിവസമാണ് ജൂലൈ 20 ആയിരുന്നത്. അന്ന് ഞങ്ങൾ രാവിലെ ഈ ജോസഫ് അച്ഛൻ നയിക്കുന്ന അവർ ഡെയിലി ബ്രെഡ് മോർണിംഗ് പ്രേയറിൽ ഞാൻ എല്ലാ ദിവസവും അത് തുടങ്ങിയ നാൾ തൊട്ട് ഒരു മുടക്കം കൂടാതെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അത് കൂടി അന്നവളുടെ അന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ അത് നിയോഗമായിട്ട് വെച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ ആ കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്ങാണ് റിസീവ് ചെയ്തത്. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനൊരു ചെറിയ മയക്കത്തിൽ ഒരു മണിക്കൂർ നേരത്തോളം ഒന്ന് കിടന്നു. ആ ഉറങ്ങിയ സമയത്ത് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് അതിനുള്ള അടയാളം സ്ഥിരീകരണമായിട്ട് നൽകി. അത് ഇവൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയായിരുന്നു അത്. ഞാൻ ഉറക്കത്തിൽ പെട്ടെന്ന് വീടിൻ്റെ പുറകിലായിട്ട് മാതാവിൻ്റെ സ്റ്റാച്യു നീല കാപ്പയിൽ പൊതിഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ച് നല്ല പ്ലസൻറ്റ് ഫേസിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന മാതാവിനെയാണ് കണ്ടത്. ഞാൻ വീടിന് പുറത്തോട്ട് ഇറങ്ങി പെട്ടെന്ന് കാണാനുള്ള ആഗ്രഹത്തിൽ തിടുക്കത്തിൽ ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ ആ സ്റ്റാച്യുവിൽ നിന്ന് മാതാവ് താഴെ ഇറങ്ങി നടന്ന് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഇടത്ത് തോളിൽ കൈ തൊട്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഓടിപ്പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നടന്നു. അപ്പം ചോദിച്ചു, വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ ആദ്യം പറഞ്ഞത് ഹസ്ബൻഡിനോടാണ്, കാരണം വീട്ടിൽ ഇവരോട് പറയണമെങ്കിൽ ഇവിടെ വിളിച്ച് പറയണം. പക്ഷേ ഉടനെ തന്നെ വിളിച്ച് ഞാൻ ഇവളോടും ഇവരുടെ പേരൻസിനോടും അത് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഒരു പോസിറ്റീവ് ഇതായിട്ട് അവരതിനെ എടുത്തത്. അതുകൂടാതെ തന്നെ സോജറ്റ് കാനഡയിലാണ്, ഞങ്ങളാണ് അവൾക്ക് ഉള്ള ഇമ്മീഡിയറ്റ് റിലേറ്റീവായിട്ട്. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയി സോജസ്റ്റുമായിട്ടൊന്ന് കാണുക, ഇവർ കാണുന്നതിന് മുന്നേ ഉള്ള ഒരു പോസിബിലിറ്റി അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡേറ്റ് തീരുമാനിച്ചു. എല്ലാം ഒരാഴ്ചക്കകം തീരുമാനിച്ചുറച്ച് ഞങ്ങൾ കാണാൻ മീറ്റ് ചെയ്യാനിരുന്ന ദിവസം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ എൻ്റെ മൂത്ത മകൻ വന്നേച്ച് ചോദിച്ചു, അമ്മ എന്താ ഇപ്പം പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്, എന്തെങ്കിലും സ്പെഷ്യലാണോ? ഞാൻ പറഞ്ഞു, അതേ സ്പെഷ്യലാണ്. അവനും അറിയാം ഞാൻ ഈ ഉടമ്പടിയിലാണ്, ഉടമ്പടി ജീവിതം എങ്ങനെയാണെന്നൊക്കെ എന്നെ മിക്കവാറും ഓർമ്മിപ്പിക്കാനുള്ള ഒരു മകൻ തന്നെയാണ് അവനെ. അന്ന് കാണാൻ പോയപ്പം ഇവൾ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ നീല നിറത്തിൽ സ്ഥിരീകരണം നൽകി. ആ സോജറ്റുമായുള്ള ഞങ്ങളുടെ മീറ്റിങ്ങിൽ അതിനുള്ള ഒരു പോസിറ്റീവ് സൈനും നൽകി. നീല ഷർട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോ ചോദിച്ചോ ഒന്നുമല്ല, അതിപ്പോഴായിരിക്കും ഒരു പക്ഷേ സോജറ്റ് പോലും കേൾക്കുന്നത്. അങ്ങനെയാണ് അന്ന് വന്നിരുന്നെന്നുള്ള കാര്യം. അടുത്തതായി എനിക്കുള്ള സാക്ഷ്യമെന്ന് പറയാനാണ് എൻ്റെയും ഒരു ജോലിക്കാര്യം തന്നെയാണ്. 2023 എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന തുടർച്ചയായ ജോലിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് മാറേണ്ട സാഹചര്യം വന്നു. അത് നീണ്ടൊരു ഗ്യാപ്പായിരുന്നു, ഏകദേശം 1.5 വർഷത്തോളമുള്ളത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സഹോദരങ്ങൾക്കതൊരു വിഷമമായിട്ട് മാറി. എൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ആരും പരസ്പരം പറഞ്ഞില്ല. പക്ഷേ ഇൻഡയറക്റ്റ്ലി ഞാനത് അറിഞ്ഞു. അപ്പോൾ എനിക്കും അതൊരു അസ്വസ്ഥതയായി. ഞാനത് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റായിട്ട് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഓൾറെഡി ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു 2023 ജൂൺ മുതൽ.
ആ ഉടമ്പടി ജീവിതത്തിൽ കയറി ഉടമ്പടിയെ പറ്റിയും ഉടമ്പടിയുടെ ആത്മീയതയും അതിൻ്റെ പ്രസക്തിയും എല്ലാം മനസ്സിലാക്കി പതിയെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ജോസഫ് അച്ഛൻ്റെ ഷെക്കിന ടി വിയിൽ കൊടുത്ത ഇൻ്റർവ്യൂ 12 എപ്പിസോഡ്, എല്ലാ എപ്പിസോഡും ഒരു ഇടയില്ലാതെ ഞാൻ മുഴുവൻ കണ്ട് അതിനെക്കുറിച്ചുള്ള രീതിയിലും അച്ഛൻ്റെ അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും അങ്ങനെ കൂടുതലായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ആർക്കെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അച്ഛൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവും കൂടെ നിങ്ങൾ കാണുന്നത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് തുടങ്ങിയത്. ഞാൻ ഓൾറെഡി ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് ഈ ജോലി ഇല്ലായ്മയോ അൺഎംപ്ലോയ്മെൻറ്റോ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു കൺസേൺ കാരണമാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടത്. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസാണ്, ഫീൽഡ് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. വന്ന ഇൻ്റർവ്യൂ കോള് December 7th, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ December 7th 8th ഇൻ്റർവ്യൂ. വിതിൻ 4 days അത് ജോലി കൺഫേമായി. ടൈം ഷോർട്ടനിങ് എന്ന ഫീച്ചർ, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫീച്ചർ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അത്. അതിൻ്റെ റെഫറൻസ് ചെക്ക് എല്ലാം നടന്നത് സാറ്റർഡേ 9 PM ആണ് എനിക്ക് കോൾ വരുന്നത്. കംപ്ലീറ്റ് യുവർ റെഫറൻസ് ചെക്ക്, ബിക്കോസ് ഈ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് ദിസ് ഈസ് ദ ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കൺഫർമേഷൻ തന്നത്. അങ്ങനെ 4 ദിവസത്തിനകം ആ ജോലി കൺഫേമായി. അതാണ് അടുത്ത കാര്യം. പിന്നീടുള്ളത് 2024 ജൂണിൽ ജോസഫ് അച്ഛൻ കാനഡയിൽ വെച്ച് ഉടമ്പടി ധ്യാനം നടത്തിയിരുന്നു. ഇതിനെപ്പറ്റി അച്ഛൻ ഈ ചൊവ്വാഴ്ചയുള്ള ഇവിടെ നിന്നുള്ള ഉടമ്പടി ധ്യാനത്തിൻ്റെ അറിയിപ്പ് സമയത്ത് ആദ്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞ് അന്ന് തുടങ്ങി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മധ്യസ്ഥം യാചിച്ച്, അതായത് ഞങ്ങളുടെ കുടുംബമായിട്ട് ആ ധ്യാനത്തിൽ പങ്കുകൊള്ളണമെന്നും ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ എന്നതാ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. മെയ് 30 അതിനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പണായി. എനിക്കൊരു ഫ്രണ്ട് അത് അയച്ചു തന്നു. അന്ന് രാത്രി തന്നെ മിഡ്നൈറ്റിൽ 00:00 മിഡ്നൈറ്റിൽ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. ആ രാത്രിയിൽ തന്നെ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വഴിയായി ഈശോ എന്നെ അനുഗ്രഹിച്ചു. സ്വപ്നം ഇതായിരുന്നു, അച്ഛൻ ധ്യാനം നയിക്കുന്നു, ഞാൻ ആ ഹാളിലേക്ക് കയറി ഒരു സീറ്റിലിരുന്നു. ആ സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ എന്നെ മുന്നോട്ട് വിളിച്ചു. ഞാൻ നടന്ന് അച്ഛൻ്റെ അടുക്കൽ ചെന്നു. അച്ഛൻ അവിടെ ഒരു ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ മുട്ടുകുത്തി അവിടെ തല കുനിച്ച് നിന്നു. അച്ഛൻ എന്നെ ഏറ്റവും വാത്സല്യത്തോടെ അനുഗ്രഹിച്ചു. അതെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു. സ്വപ്നമായിരുന്നെങ്കിൽ പോലും അനുഗ്രഹിച്ച ഉടനെ തന്നെ ഞാൻ തലപൊക്കി അച്ഛൻ്റെ മുഖത്ത് നോക്കി. അച്ഛൻ്റെ മുഖത്ത് ഞാൻ കണ്ടത് ഏറ്റവും ക്ഷീണിതനായ ഈശോയുടെ തിരുമുഖമാണ് അച്ഛനിൽ ഞാൻ കണ്ടത്. അതെൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് വന്നു. ആ June 23 ഉടമ്പടി ധ്യാനം നടന്ന ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് പോയി ഉടമ്പടി ധ്യാനം കൂടി ഉടമ്പടി എടുത്ത് പുറം രാജ്യങ്ങളിൽ അച്ഛൻ പറയാറുള്ളത് പോലെ ഉടമ്പടി എടുക്കുമ്പോൾ കാശുരൂപവും വെഞ്ചരിച്ചു ബ്ലസ് ചെയ്ത് തരുന്നത് അച്ഛനാണ്, ജോസഫ് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ അത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഞങ്ങളെയും അനുഗ്രഹിച്ചു. പക്ഷേ എൻ്റെ ടേൺ ആയപ്പോൾ എനിക്ക് ഉടമ്പടി കാശുരൂപം കയ്യിൽ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ബ്ലെസ്സിങ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാനിത് റിയലൈസ് ചെയ്യുന്ന പോലും എൻ്റെ കയ്യിൽ കാശുരൂപമില്ലയെന്ന്. കാശുരൂപമില്ലാതെ ഞാൻ വീട്ടിലോട്ട് പോവുകയില്ലെന്നുള്ള കാര്യം ഹസ്ബൻഡിന് മനസ്സിലായി. ഞാനിങ്ങനെ മെൻഷൻ ചെയ്തപ്പം പുള്ളി പോയി ധ്യാനം അറേഞ്ച് ചെയ്തിരുന്ന ബ്രദർ സുരേഷിനോട് ഇത് പോയി പറഞ്ഞപ്പം പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, അച്ഛൻ ഇതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ പോയി ചോദിക്കാം, അച്ഛനോ യെസ് പറയുവാണെങ്കിൽ വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ശരി, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ടീ ബ്രേക്ക് എന്ന പോലെ ഒരു 5 minutes അച്ഛൻ അവിടെ ഇരുന്ന സമയത്ത് ആ ബ്രദർ പോയി ചോദിച്ചിട്ട് വന്നു പറഞ്ഞു, അച്ഛൻ വിളിക്കുന്നുണ്ട്, തിരിച്ചു വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി. ലൈനിലെ ആൾക്കാർ എല്ലാവരും ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കുന്നതന്നെ അച്ഛൻ എന്നെ ഓൾട്ടറിൻ്റെ പുറകിൽ നിന്ന് വിളിച്ച് അങ്ങനെ തന്നെ ഞാൻ അച്ഛൻ്റെ അടുക്കലോട്ട് നടന്ന് ചെല്ലുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു,
സോറി മോളെ, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നോ? എത്ര നേരമായി ഞാൻ നിങ്ങൾക്ക് ബ്ലെസ്സിങ് തന്ന് പെറ്റിട്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പേ ഇത്രയൊരു ഗ്രൂപ്പിൽ ഞാൻ കയറി അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് പോയെന്ന് അച്ഛൻ എൻ്റെ മുഖം ഓർത്തിരിക്കാൻ ഞാൻ ആരാണ്? അതാണ് ഞാൻ ഓർത്തത്. അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ കാര്യവും. അപ്പോഴാണ് ഞാൻ കണ്ണ് തുറന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നത്. അച്ഛൻ ഇവിടുന്ന് യാത്ര ചെയ്ത് നല്ല ടയേർഡാണ്. ഈ ലോങ് ട്രാവൽ കഴിഞ്ഞിട്ട് 3 ദിവസം ഒരു ബ്രേക്കില്ലാതെ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛൻ തിരിച്ചു പോരുകയും ചെയ്യാണ്. ആ ധ്യാനത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനും അതിനുണ്ടായ തടസ്സങ്ങളും എല്ലാം ആ ധ്യാനത്തിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതിന് അച്ഛൻ പറയുകയുണ്ടായി, ഒത്തിരി ആൾക്കാരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് കാനഡയിൽ ഈ ധ്യാനം നടക്കാനിടയായെന്ന്. അത് ശരി തന്നെയായിരുന്നു. കാരണം ബ്രദർ വിജയകുമാരൻ അവിടെ വരാനായിട്ടുള്ള വിസ തടസ്സങ്ങൾ അത്രയുണ്ടായിരുന്നു. അതിലുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ലിങ്ക് അയച്ചു തന്ന എൻ്റെ ഫ്രണ്ടിന് അവർക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പിന്നീട് നോക്കിയപ്പോൾ അവർക്കത് സാധിച്ചില്ല. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് എത്രയോ വലുതാണെന്നുള്ള കാര്യം. കാരണം എന്നെ സഹായിച്ചത് അവരാണ്. പക്ഷേ അവർക്ക് തോന്നിയ അവർ താമസിച്ചു പോയതായിരിക്കാം ഒരു പക്ഷേ. കാരണം അത് ലിമിറ്റഡ് നമ്പർ ആയിരുന്നതുകൊണ്ട്. ഇത് എൻ്റെ ഒരു നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കെയർ നേഴ്സിംഗ് ആണ് ഏറ്റവും ഉചിതമായത് എന്ന് ഞാൻ പറയാം. കാരണം ഈ ഉടമ്പടി ജീവിതം നയിക്കാൻ പറ്റിയത് ഇതിലും വലിയൊരു ഫീൽഡ് എനിക്കറിയില്ല. എൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജോലി ഇങ്ങനെ മാറിയത്? എത്രയ്ക്ക് വലിയ ബെനിഫിറ്റ്സ് ആണോ അതോ അത് സാലറിയാണോ? ഞാൻ പറഞ്ഞു, ബെനിഫിറ്റ്സും സാലറിയും ഒന്നും എനിക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഉടമ്പടി ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതമായ ഒരു ഫീൽഡെന്ന് എനിക്ക് തോന്നിയത്. കാരണം കാണുന്ന ക്ലയൻസ് അവരെങ്ങനെ പേര് പറയും, പക്ഷേ പേഷ്യൻസ് ഒരാളെ അല്ല, ആ ഒരു കുടുംബത്തെ മൊത്തം നമ്മളറിയും. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും അവർ ചെയ്തു വരുമ്പോൾ ചിലപ്പം കാത്തലിക്കായിട്ടുള്ള പേഷ്യൻസിന് അവരുടെ സാക്രമെൻ്റൽ ലൈഫിന് അതിനെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ കുർബാനയ്ക്കും വിശുദ്ധ കുമ്പസാരത്തിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അതിനെ അവരെ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അത് ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ ഈ കമ്മ്യൂണിറ്റി കെയർ ആയതുകൊണ്ട് ഹോം വിസിറ്റ്സാണ് കൂടുതലായിട്ടും. അങ്ങനെ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, തേൻ പേഷ്യൻസിൻ്റെ ആവശ്യമനുസരിച്ച് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അവരോട് പറയാറുമുണ്ട്. ഞാനപ്പോൾ ഇത് കൊടുത്ത് കുരിശ് വരച്ചിട്ടാണ് ഓരോരുത്തർക്കും ചെയ്യുമ്പോൾ കൊടുക്കാറുള്ളത്. എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ കെയർ ചെയ്യുന്ന സമയത്ത് വരുവാണെങ്കിൽ ഞാൻ ആദ്യം എടുക്കുന്നത് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ തന്നെ എന്നെ കുരിശ് വരച്ച് പ്ലസ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നത്. ആദ്യം ആ വ്യക്തിക്ക് കൊടുക്കും, പിന്നെ ഈ ഉപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് വായിൽ കൂടെ എടുക്കാവുന്നവരാണെങ്കിൽ കൊടുക്കും. അങ്ങനെ തന്നെ പേഷ്യൻസിന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് അവരവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ല, ഗൂഗിൾ ട്രാൻസ്ലേഷനിലാണത്. പക്ഷേ ഞാൻ ഇംഗ്ലീഷിലും അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും അവരുടെ ഓൺ ലാംഗ്വേജിലുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് രണ്ടും കൊടുക്കാറുണ്ട്. കാരണം ചിലരെന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നീ ഈ തരുന്നത് അങ്ങനെയും കൂടെ തരാമോ എന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ മോർ ദാൻ 2 years സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന 1-2 ഫാമിലീസുണ്ട്. അങ്ങനെ അവർ അത് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഓർക്കും, ഞാൻ ഇടയ്ക്കെങ്ങാനും വിട്ടുപോയാൽ പോലും ഈ ഒരു 82 വയസ്സായ ഈ മനുഷ്യൻ ഇപ്പോഴും ഇതെല്ലാ ദിവസവും ചോദിച്ച് മേടിച്ച് പ്രാർത്ഥിക്കുന്നെന്ന്. അവർക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. കൃപാസന മാതാവും അല്ലാതെ ഈ പ്രത്യക്ഷീകരണവുമൊക്കെ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ കുടുംബത്തിലും കാണാറുണ്ട്. അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അവരോട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫാമിലി മെമ്പേഴ്സ് അവരുടെ തന്നെ ഫാമിലിയിലുള്ള ഈ വ്യക്തിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ ചേഞ്ച് കണ്ടിട്ട് എന്നോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ കയ്യിൽ ആ ബ്ലെസ്ഡ് ഓയിലുണ്ടോ, എനിക്കൂടെ ഒന്ന് തരാമോ? ചിലപ്പം ചില ഇഞ്ചുറി വന്നു കഴിഞ്ഞ് കഴിയുമ്പം അവർ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന സമയത്ത് അവർക്കൊരു പേടിയാണ്, എന്തുമാണ് ഇനി ഡോക്ടറെ അടുക്ക പോയി പറയാൻ പോകുന്നതെന്ന്.
അങ്ങനെ ഒന്നല്ല പല പ്രാവശ്യം അവരെന്നോട് വന്ന് കാരണം ഞാൻ അങ്ങോട്ട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ആ ഓയിലൊന്ന് തന്ന് നീ പ്രാർത്ഥിക്കാവോ എന്ന്. അങ്ങനെ അവർക്ക് തന്നെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടി തൈലം പുരട്ടി പോയി ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നത്തിങ് നെഗറ്റീവ്, ഓൾ പോസിറ്റീവ് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നത്, സന്തോഷകരമായിട്ട് വന്നതും ഉള്ള ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ ഉടമ്പടിയിലായത് അന്ന് മുതൽ വിശുദ്ധ കുർബാനയിലുള്ള നിരന്തരമായ പങ്കുചേരൽ, അത് ഓരോ ഉടമ്പടി പുതുക്കലിലും ആത്മീയമായി പടിപടിയായിട്ട് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ധ്യാനത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരാറുള്ളത് പോലെ, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചറിഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആരോടെങ്കിലും ഉടമ്പടി എടുക്കുന്നവരോ പുതുക്കുന്നവരോ ഉടമ്പടി മുടക്കിയവരോടോ പറയാറുള്ള ഒരു കാര്യം, എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, ഒരുങ്ങി വിശുദ്ധ കുമ്പസാരം കുർബാന നമ്മളെ തന്നെ ഒരുക്കി ഉടമ്പടി പുതുക്കുമ്പോൾ ദൈവം 10 മടങ്ങായിട്ട് ഉയർത്തി നമ്മളെ ആത്മീയമായി ഉയർത്തിയ ഉടമ്പടിയിലോട്ട് നയിക്കും. ഞാൻ ഈ 3 മാസം മുമ്പ് ഇവിടെ വന്നത് സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത്. സാക്ഷ്യം പറയാനായിട്ടുള്ള അന്ന് നടന്നില്ല. കാരണം ഇവരുടെ വിവാഹം ഇന്നലെയാണ് നടന്നത്. ഇതും ഈ സാക്ഷ്യവുമായിട്ടുള്ള ഒന്നിച്ചുള്ളതായത് കാരണം അത് കഴിഞ്ഞിട്ട് മതിയെന്ന് വെച്ചാണ് അന്ന് പറയാതിരുന്നത്. അന്ന് വന്നപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും കൂടെയാണ് ഉടമ്പടി പുതുക്കിയത്. ഒരേ ഇതിലാണ് പ്രദക്ഷിണം പോയത്. ഞാനപ്പോൾ പ്രാർത്ഥിച്ചത്, മാതാവിനെ വഹിക്കാനുള്ള ഒരു കൃപ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഇവൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അന്ന് കിട്ടിയത് എനിക്കാണ്. പക്ഷെ ഞാനത് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചിരുന്നത്. അത് അവൾക്കുള്ള സ്ഥിരീകരണവും അവൾക്കുള്ള ഒരു പുതിയ ജീവിതത്തിൻ്റെ ഇതുമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. അവളുടെ മദറും അത് വിറ്റ്നസ് ചെയ്തതാണെന്ന്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂടെ പറയുന്നത്, ഉടമ്പടി എടുത്തിട്ട് മുടക്കി പിന്നീട് അതെന്ത് ചെയ്യണമെന്നോ അല്ലെ എങ്ങനെ അതിനെ ക്യാരി ഓൺ ചെയ്യണമെന്നോ, ഇനി ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് ഇനി ഒന്നുകൂടി എന്തെങ്കിലും ചെയ്യണോ അതോ അതോടുകൂടി നിർത്തി, ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയത്തിലൊരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ജാനുവരിയിലാണ് ഞാൻ പുതുക്കിയിട്ട് പോയത്. ഇപ്പോൾ പിന്നെയും വന്നത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടും ഇവരുടെ ഈ വിവാഹം കഴിഞ്ഞ് സാക്ഷ്യം ഇന്നലെ വിവാഹം കഴിഞ്ഞു, ഇന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടും കൂടിയായിട്ട് വന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നത്, എപ്പോഴാണേലും ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടക്കം കൂടാതെ അത് സ്ഥിരതയോടെ നിന്ന് പുതുക്കണ സമയത്ത് പുതുക്കാനായിട്ട് നിങ്ങൾ എന്ന് ഒരുങ്ങുന്നോ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞത് വളരെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ചുള്ള വ്യക്തിയാണ്. അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നവരെയോ ഞാൻ സമയമെടുത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരുക്കി അവരെ വിട്ട്, അങ്ങനെ കുറേ ഫ്രണ്ട്സും ഇങ്ങനെ ഉടമ്പടി മുടങ്ങിയിട്ട് ഇതെങ്ങനെയാണ് പുതുക്കേണ്ടതെന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്തവരെയും സഹായിക്കാനും ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ളൊരു പ്രത്യേകമായ കൃപ മാതാവിലൂടെ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലും അത് പരസ്പരം. ഇപ്പോൾ ഇന്നലെ ഇവളുടെ വിവാഹം നടന്നു. ഞങ്ങളുടെ വീട്ടിൽ ആക്ച്വലി ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ബാക്കി എന്തിനേക്കാട്ടിലും കൂടുതൽ സംസാര വിഷയമായത് കൃപാസനവും ഉടമ്പടിയും ഈ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും സാക്ഷ്യങ്ങളുമായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്നവരോടോ അല്ലെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞ് കണ്ടവരോടോ എല്ലാവരോടും പറയാനുണ്ടായിരുന്ന ഇതായിരുന്നു. ലിജായാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് പോലും ഇവിടെ വന്ന് കൃപാസനം പത്രം മേടിച്ച് അവളുടെ പ്രേക്ഷിത പ്രവർത്തനം അത് നടത്തിയാണ് ഇന്നലെ ഒരുങ്ങി വിവാഹത്തിനായിട്ട് പോയി. അത് മംഗളകരമായി നടത്തി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം വാങ്ങിച്ചിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് പിറ്റേ ദിവസം 2 ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലായിടത്തും പത്രം കൊടുക്കും. പത്രം കൊടുക്കുന്ന വെച്ചാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. വായിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ചേച്ചി ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വാങ്ങിച്ചോളാം. കളയാനാണെങ്കിൽ കളയാൻ ഞാൻ തരത്തില്ല. കടയിൽ കൊടുക്കുമ്പോൾ ഞാൻ പറയും, സാധനം പൊതിയാനാണെങ്കിലും ഞാൻ തരത്തില്ല. വായിക്കണം, ഇത് വിശുദ്ധിയുള്ളൊരു വസ്തുവാണ്. ഞാൻ അങ്ങനെ അത്രയും
കാര്യമായിട്ട് അത് കരുതുന്നത്. അപ്പം ഞാൻ അതും മറ്റുള്ളവരൊന്നും അത് ഞാൻ അങ്ങനെ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പത്രം കൊടുക്കും, വായിക്കുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചിങ്ങ് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ പറയും, ഇത് ഒരുപാട് പേർക്ക് പത്രം ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരാൾക്ക് കിട്ടാതെ പോകും, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്, ഓൺലി ഹിസ് ഗ്രേസ്. കാരണം മാർക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലി കിട്ടിയില്ല. അപ്പോൾ ഈ പത്രമൊക്കെ മേടിച്ച് ഞാൻ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പം അവരവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയും. അപ്പം നമുക്കും ഉടമ്പടി ജീവിതം എങ്ങനെ നയിക്കാമെന്നുള്ളത് അവരുടെ രീതിയിലും പറഞ്ഞു തരും. പ്രായമായവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഈ ചിലർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ വായിക്കാൻ. ചിലരോടൊക്കെ ഞാൻ ഇതിലെ സാക്ഷ്യം അങ്ങോട്ട് പറയും, ഞാൻ കേട്ടത് അവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ളത് ഞാൻ അങ്ങോട്ട് പറയും. ഞാൻ ചില നേരത്തൊക്കെ 1 മണിക്കൂറോളം ഒരു വീട്ടിലൊക്കെ നിന്നിട്ടുണ്ട് ഇത് സാക്ഷ്യം പറഞ്ഞ് ഈ പത്രം കൊടുക്കുന്നതിന് വേണ്ടി. പിന്നെ എൻ്റെ കല്യാണക്കാര്യമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കല്യാണത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ വീടിൻ്റെ മുന്നിൽ നീലത്തിരി തെളിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചെല്ലുന്ന ഏത് സ്ഥലത്താണെങ്കിലും, അതിപ്പം ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും ഞാൻ ഇച്ചിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ആ കാര്യത്തിന് പോകാറുള്ളൂ. ആ കാര്യങ്ങളൊന്നും മുടക്കം വന്നിട്ടുമില്ല. അതൊരു പ്രത്യേക പവറാണ്. എന്ത് ചെയ്താലും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച്. ഞാനിപ്പം വിവാഹത്തിന് ഒരുങ്ങുന്നതിന് മുന്നേ ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, അതിന് മുന്നേ പോയി നമുക്കൊന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ജീവിതത്തിലോട്ട് കയറാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി പത്രം ഞാൻ ഒരു 3 കെട്ട് മേടിച്ച് ഞാൻ എല്ലായിടത്തും കൊടുത്തു. ഞാൻ ക്ലിനിക്കിൽ പോയാൽ അവിടെയും കൊടുക്കും, അവിടെ വരുന്ന പേഷ്യൻസിനോട് സംസാരിക്കും. കാശ് രൂപം കാണുമ്പോഴേ എന്നോട് ചോദിക്കും ഉടമ്പടി എടുത്തതാണോ. അപ്പം ഞാനൊന്ന് അവരോട് സംസാരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടേ എല്ലാ പേഷ്യൻസിനെയും തൊടാറുള്ളൂ. എനിക്ക് വലിയ കോൺഫിഡൻസ് ഉള്ള ആളൊന്നുമല്ല എല്ലാം ചെയ്യാം, എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ തൊടത്തുള്ളൂ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നില്ല എത്രയും തെള്ള മാതാവേ, അല്ലെ അവരുടെ കാര്യങ്ങൾ ചിലരെന്നോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും തെള്ള മാതാവയോ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയാണ് ഞാൻ ഓരോ പേഷ്യൻസിനെ ചെയ്യുന്നത്. കാരണം ഞാൻ മൂലം ഒരാൾ എൻ്റെ അടുത്ത് വരുന്നത് അതെനിക്ക് ഒരാളെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന അവസരമാണ്. അതുകൊണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററിൽ ഇങ്ങനെ ഒരു നിശ്ചിത തുക വെച്ച് കൊടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും പൈസ ഉണ്ടെങ്കിലല്ലേ സഹായിക്കാൻ പറ്റൂ. അങ്ങനെയല്ല, നമുക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കണം എന്ന അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ എന്ന് പറയുന്നത്. എല്ലാം കെട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നൊന്നും നടക്കത്തില്ല. പിന്നെ ഈ പത്രം കൊടുക്കാനായിട്ടാണെങ്കിലും എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് കൊടുക്കാൻ. കാരണം ഡോക്ടറാണല്ലോ, എങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പം ഞാനെപ്പോഴും ദൂരയാത്ര ചെയ്യുമ്പോഴാണ്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ പരിചയമില്ലാത്തവർക്കൊക്കെ കൊടുക്കും, അങ്ങനെ സംസാരിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, സ്റ്റാറ്റസ് എന്നതൊരു ഡീമെറിറ്റാണ്, അതൊന്ന് ഡീഗ്രേഡ് ചെയ്താൽ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യും ദൈവമെന്ന്. അപ്പം ഞാൻ പിറ്റേ ആ ധ്യാനം കഴിഞ്ഞു വരുന്ന പത്രം മേടിക്കാൻ വന്ന ടൈം തൊട്ട് ഞാൻ ആദ്യം വീടിനായുള്ള അയൽവാസികളെ, നോൺ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളിടത്ത് ചെന്ന് പത്രം കൊടുക്കും. അപ്പോൾ അവർക്ക് ഞാനൊരാൾ ഡോക്ടർ വന്ന് കൊടുക്കുന്നു പറയുമ്പോഴേ അത്ഭുതമാണ്. അപ്പം പിന്നെ എല്ലാ തവണ വരുമ്പോഴും എന്നോട് പറയും, കൊച്ചു പത്രം വാങ്ങിക്കാൻ പോയില്ലേ, ഞങ്ങൾക്കും കൂടെ പത്രം വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാൻ ചിലപ്പോൾ ഒരു കെട്ടൊക്കെ വാങ്ങിച്ച്, ചില നോൺ ക്രിസ്ത്യൻസൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, മോനെ ഒരു കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് വരാമോ, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടിയാന്നൊക്കെ പറയും. അതൊക്കെ ചിലരൊക്കെ ഞാൻ പത്രം വാങ്ങിക്കുമ്പോൾ അപ്പം തന്നെ ഇരുന്ന് വായിക്കുന്നവരുണ്ട്. ചിലരെന്നോട് പറയും ഇത് മൊത്തം വായിച്ചില്ല ഒരു സമാധാനം വരത്തില്ലെന്ന് പറയും. അപ്പം അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും ഒക്കെ. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക. എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ ഞാൻ പറയാറില്ല ആരോടും. എന്നെക്കൊണ്ട് ചെയ്യാവുന്നതാണെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ ഉയർത്തിയതിന് 1000 നന്ദി. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് ജോലിക്ക് പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഞാൻ മുന്നിൽ സമർപ്പിച്ചിട്ട്, അന്നത്തെ ദിവസം മുഴുവൻ സമർപ്പിച്ചിട്ടാണ് ഞാൻ കുർബാന സ്ഥാപനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുള്ളത്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ സാക്ഷ്യം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ ബസ് യാത്രയാണ്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ സാക്ഷ്യങ്ങൾ ഇരുന്ന് കേൾക്കാറുണ്ട്. ഞാൻ ഒരു തവണ ഓർക്കുന്നുണ്ട്, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു സാക്ഷ്യം കേട്ട് വരികയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു അമ്മച്ചി വന്നിട്ട് ചോദിച്ചു, മോനെ ഇത് എന്നെ കൂടെ ഒന്ന് കേൾപ്പിക്കാവോ, ഞാൻ ഈ പത്രമൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് ഈ മൊബൈലൊന്നും ചെയ്യാൻ അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഹെഡ്സെറ്റ് അമ്മച്ചിയുടെ അടുത്ത് കൊടുത്തു. എൻ്റെ വീടെത്തുന്നവരെ അമ്മച്ചി അവിടെ എല്ലാം ഇറങ്ങാനുള്ളത്. അമ്മച്ചി അതിന് മുന്നേ എങ്ങാണ്ട് ഇറങ്ങി. അമ്മച്ചി എന്നോട് പറഞ്ഞാൽ അങ്ങാണ്ട് ഇറങ്ങാനുള്ളത്. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിന് തൊട്ട് മുന്നേ വരെ അമ്മച്ചി ഇരുന്ന സാക്ഷിയൊക്കെ കേട്ട്, അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ഇറങ്ങുന്നതിന് മുന്നേ ഒരു 2 മിനിറ്റ് മുന്നേ എന്നെ എന്നിട്ട് പറഞ്ഞു, അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുക, മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു തലേ കൈവച്ചു. ഞാൻ ഒരു പത്രവും കൂടെ അമ്മച്ചിക്ക് കൊടുത്തു. അമ്മച്ചി ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് ചെല്ലുമ്പം എൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം, അമ്മയുടെ പേരൊന്നും എന്നോട് പറഞ്ഞില്ല, എൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണം, മോൾ എന്ത് കാര്യമാണെങ്കിലും പ്രാർത്ഥിച്ചാലും സാധിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മച്ചി പോയി.
അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം ഉടമ്പടി തൈലം എടുത്ത് രോഗികൾക്കൊക്കെ നെറ്റി കുരിശ് വരച്ച് കിട്ടുമ്പോൾ അല്ല ചിലരൊക്കെ പറയും നല്ല ആശ്വാസം, മോനൊന്ന് പ്രാർത്ഥിക്കണം. അതൊന്നും എന്നെക്കൊണ്ട് എനിക്ക് ചിന്തിക്കത്ത് പോലുമില്ല. ഞാൻ ഒരാൾ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പം ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നത്. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതം ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളവരാണ്. സങ്കീർത്തനം 33:12 വചനമാണ്. ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിക്കാനും ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുവാനുമുള്ള യഥാർത്ഥ വ്യക്തികളാണ് ഭാഗ്യവാന്മാർ. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഭാഗ്യവാന്മാർ ഉടമ്പടി മക്കളാണ്. കാരണം മരിയൻ ഉടമ്പടിയിൽ നാം ദൈവത്തെ സ്വന്തം ദൈവമായി പ്രഖ്യാപിക്കുകയും ദൈവം നമ്മളെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഉടമ്പടി ഒരു ആത്മസമർപ്പണമാണ്, ഒരാത്മീയ ബന്ധമാണ്. ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കാൻ നാം തീരുമാനിക്കുകയാണ്. പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ദൈവത്തിൻ്റെ അവകാശപ്പെട്ട ജനങ്ങളായ ഉടമ്പടി മക്കൾ, ഈ മക്കളെ ദൈവം ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അവിടുത്തെ കരുതലിലാണ് അവർ ജീവിക്കുന്നത്. അവിടുത്തെ അനുഗ്രഹം അനുഭവിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ ലിജ മരിയ ആൻഡ് ഹർ ആൻറ്റി മരിയ ജേക്കബ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഡോക്ടർ ലിജ മരിയ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ഉടമ്പടി പത്രം കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റാറ്റസ് നോക്കുമായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ കേട്ട പ്രകാരം സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഉടമ്പടി ഒരു ഡീമെറിറ്റ് ആവുമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ വന്നപ്പോൾ എല്ലാം മറന്ന് പ്രേക്ഷിത പ്രവർത്തനമാണ് മുന്നോട്ടെടുത്തത്. പിന്നീട് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറിന് എല്ലാ മെറിറ്റുമുണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, പക്ഷെങ്കിൽ ജോലി കിട്ടുന്നില്ലായിരുന്നു. ജോലി ഒരു നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിന് പോയതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 7-ാം തീയതി പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ ഡോക്ടറിന് ഒരു നല്ല ജോലി കിട്ടി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു, പല പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നു, പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈ ജോലി കിട്ടിയെങ്കിൽ അത് ഈശോയുടെയും അമ്മയുടെയും ഒരു ഗ്രേസ് ആയിട്ടാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ആൻറ്റിയുടെ ജോലിയും. പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിരുന്നു, പക്ഷെങ്കിൽ അവിടെയും ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെയാണ് മകൾ മരിയ ജോസഫിനും ഈ സഹോദരിക്കും ജോലി ലഭിച്ച് ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. അവിടെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ഉടമ്പടി മുന്നോട്ട് പോകുവാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോലിയാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ പരിശുദ്ധമ്മ അനുഗ്രഹിച്ച് കമ്മ്യൂണിറ്റി കെയർ നഴ്സായിട്ട് തന്നെയാണ് കാനഡയിലെ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ അനുഗ്രഹവും. ഈ മക്കൾ പ്രാർത്ഥിച്ചത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു അടയാളം ചോദിക്കുമായിരുന്നു. അമ്മ ഇത് അമ്മ തന്നതാണോ? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടുപേർക്കും ഡിസംബർ 7-ാം തീയതി തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട കൃപാസനം സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7. ആ ദിവസം തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ അമ്മ സ്ഥിരീകരിച്ചുകൊണ്ടാണ് അമ്മ ഈ മക്കൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ ലിജയുടെ വിവാഹകാര്യവും. വിവാഹത്തിന് മുമ്പ് വീടിൻ്റെ മെയിൻ്റനൻസ് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിരുന്നു, പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. ഒരു ദിവസം ഡോക്ടർ ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവിടെ ഇടപെടുകയും ആ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കുവാൻ സാധിച്ചു എന്നാണ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ടൈം ഷോർട്ടനിങ് അമ്മ ഇടപെടുകയും
വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കാൻ സാധിക്കുകയും വിവാഹത്തിന് വേണ്ടിയിട്ട് അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഒരടയാളമാണ് ചോദിച്ചത്. ആൻറ്റി പ്രാർത്ഥിക്കുകയും ഈ മകൾക്ക് വേണ്ടി ഈ മകള് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഫലമായിട്ട് ഇത് അമ്മ തന്നെ കൊണ്ടുവന്ന വിവാഹമാണോ, അമ്മ തന്നെ എനിക്ക് വെച്ച ഹസ്ബൻഡാണോ ബോയ് ആണോ എന്നറിയാനായിട്ട് മകൾ പ്രാർത്ഥിച്ചു, ഒരടയാളത്തിനായിട്ട്. ആ സമയം തന്നെ ആൻറ്റിക്കും മകൾക്കും ഒരടയാളമാണ് കൊടുക്കുന്നത്. ഈ മകന് സോജൻ അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് ബ്ലൂ ആയിരുന്നു. അപ്പോൾ മകൾക്ക് കൺവിൻസായി ഇത് അമ്മയുടെ ഒരു ഇടപെടലുണ്ട് എന്ന്. ആ മകൾ ആഗ്രഹിച്ച ആ അടയാളം തന്നെയാണ് അമ്മ കൊടുത്തത്. അതുപോലെ തന്നെയാണ് ആൻറ്റി അങ്ങനെ പ്രാർത്ഥിച്ചത്. മാതാവിൻ്റെ ഒരു സ്റ്റാച്യു കാണുകയും അന്ന് തന്നെ തീരുമാനമാവുകയുമായിരുന്നു ഇത് ഈശോയും അമ്മയും പ്ലാൻ ചെയ്ത് ഒരുക്കി തന്ന ഒരു മകനാണെന്ന്. ഈശോയോടും അമ്മയോടും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഈശോ മുൻകൂട്ടി പറഞ്ഞു തരുന്നതാണ് നാം കാണുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എന്തായാലും വരാൻ പോകുന്ന എല്ലാ കാര്യവും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഘടികാരം നെഞ്ചിൽ ചാർത്തി വന്നപ്പോഴും സമയത്തിന് മേൽ അധികാരമുണ്ട് അമ്മയാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ഭാവിയെപ്പറ്റി പോലും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അമ്മയാണ്. അമ്മ ഇടപെടണം. നമ്മൾ തീഷ്ണതയോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കാര്യത്തിൽ ഇടപെടുകയാണ്. അങ്ങനെയാണ് ഈ മകൾ ആഗ്രഹപ്രകാരം വിവാഹം നടക്കുകയും ജസ്റ്റ് യെസ്റ്റർഡേ ഇന്നലെയാണ് വിവാഹം നടന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഹസ്ബൻഡുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ജോസഫ് അച്ഛൻ കാനഡയിൽ പോയപ്പോൾ ഈ മകള് മരിയ ഒക്കെ പ്രാർത്ഥിച്ചു. അച്ഛനെ സ്വപ്നം കാണുകയാണ് ചെയ്തത്. വളരെ ക്ഷീണിതനായ ജോസഫ് അച്ഛനെയാണ് ഈ മകള് സ്വപ്നത്തിൽ കണ്ടത്, അച്ഛൻ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടത്. അച്ഛൻ കാനഡയിൽ പോയപ്പോൾ മകൾക്ക് എല്ലാവർക്കും അച്ഛൻ കാശുരൂപം അവിടെ കൊടുക്കുന്നത്, കാരണം ലിമിറ്റഡ് നമ്പറാണ്. അവിടെ കൊടുത്തപ്പോൾ കാശുരൂപം എങ്ങനെ മിസ്സായിപ്പോയി, കൊടുത്തില്ല, കിട്ടിയില്ല. വീണ്ടും ഈ മകൾക്ക് എന്താ തീരുമാനിച്ചു, എനിക്ക് കാശുരൂപമില്ല, ഞാൻ തിരിച്ചു പോകില്ല എന്ന്. അങ്ങനെ ആ സമയോചിതമായിട്ട് ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ അച്ഛനെ കാണുവാനും അച്ഛൻ ഒരു സോറി പറഞ്ഞപ്പോൾ ഈ മകൾക്ക് ഒത്തിരി ഫീൽ ചെയ്യുകയും കാശുരൂപം ലഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് അച്ഛൻ്റെ മുഖത്ത് കണ്ട ആ ഭാവം. 3 ദിവസ ധ്യാനത്തിന് അച്ഛൻ ക്ഷീണിതനായിരുന്നു. ആ ക്ഷീണിതനായ ആ ഫേസാണ് ഈ മകൾക്ക് സ്വപ്നത്തിൽ ഈശോയും അമ്മയും കാണിച്ചു കൊടുത്തത്. എപ്പോഴും ആ ധ്യാനത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അന്നു മുതൽ തുടങ്ങിയിരുന്നു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും വിശുദ്ധമായ ജീവിതത്തിൻ്റെയും ഫലമായിട്ടാണ് ഓരോ വിദേശ രാജ്യങ്ങളിലുള്ള ഈശോയും അമ്മയും അറിയിക്കാനുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം, മിഷൻ പ്രവർത്തനങ്ങളിൽ അച്ഛന് സജീവമായിട്ട് പങ്കെടുക്കുവാനും മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ അച്ഛനുള്ള ആ ശക്തിയും നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലൂടെ ലഭിക്കുന്നുണ്ട്. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ നമ്മൾക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തരികയാണ്. ഈശോയും അമ്മയും അച്ഛൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കൂടെയും ഈശോയും അമ്മയും വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുവാനും അച്ഛൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്കും പ്രചോദനം നൽകുകയാണ്. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളതെന്ന് പറയുന്നത് ഉടമ്പടി മക്കളുടെ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവ് ദൈവവുമായുള്ള ഒരു ജനമാണെന്ന് നമുക്ക് പറയുവാനും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതകളാണ് നമ്മളെന്ന് പറയുവാനുമുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൃപാസന മരിയൻ ഉടമ്പടിയിലൂടെ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മ നമ്മെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ ജനമായി നിലനിൽക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഡോക്ടർ ലിജ മരിയ ജോസഫിനും മരിയ ജേക്കബിൻ്റെ കുടുംബത്തിന്, ഈ 2 കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിനും കോടാനുകോടി നന്ദി. ഞാൻ സതി അശോകൻ, കൃപാസന ആര്യക്കര മുഹമ്മയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് 2018 മുതലേ എനിക്കറിയാം. 2018 എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന പേപ്പർ കൊണ്ട് തന്നും കൊന്തയും കാശുരൂപമൊക്കെ തന്നും അവൾ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ അങ്ങടെയൊക്കെ അടുത്തല്ലേ കൃപാസനം കലവൂര്, അവിടെ ജോസഫ് അച്ഛന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, ദുരന്തം ഉണ്ടാകാൻ പോവുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എന്നവൾ പറഞ്ഞു. നീ നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ അടുക്കൽ ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകാം. ഞാനിവിടെ വന്നു. ഞാൻ ചെറുപ്പം മുതലേ യേശു അപ്പച്ചനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ പൂജ മുറിയിലുമൊക്കെ യേശു അപ്പച്ചനും
കുരിശുമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾക്കറിയാമായിരുന്നു ഞാൻ യേശുപ്പച്ചനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. പിന്നെ ഞാൻ 2023 മെയ്യിലാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പിന് ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുമായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്, മോനെ എന്താണ് കുഞ്ഞുങ്ങൾ വേണ്ടേ നമുക്ക്? അതൊക്കെ ദൈവത്തിൻ്റെ വിധിയല്ലേ മമ്മി, അത് എപ്പോഴേലും കിട്ടട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാലും അവൾക്ക് തോന്നി എന്ന് പോയി ചെക്കപ്പ് ചെയ്യണമെന്ന് തോന്നി. ചെക്കപ്പ് ചെയ്തപ്പോൾ അവർക്ക് യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്നും എൻഡോമെട്രിയാസിസ് എന്നൊരു ചെറിയ രോഗമുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഓപ്പറേഷനാൽ അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് 3 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റാണ് കൊടുത്തത്. ഡേറ്റ് കൊടുത്തു. മോൾ എന്നോട് വന്ന് പറഞ്ഞു, ഫോൺ വിളിച്ച് പറഞ്ഞു, മമ്മി എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ 3 മാസം കഴിഞ്ഞുള്ളൊരു ഡേറ്റാണ് തന്നിരിക്കുന്നത്. അത് 2022 ഒക്ടോബറിലായിരുന്നു. അപ്പോൾ ജനുവരിയിലോട്ടാണ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അതിന് ഞാൻ മോളോട് പറഞ്ഞു, അവൾ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാണ് മമ്മി, ഓപ്പറേഷൻ ചെയ്യും. ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിക്കുന്നത്, നമ്മളൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത്, നമ്മൾ ഒരു നേഴ്സല്ലേ, അപ്പം നമുക്ക് ഓപ്പറേഷത്തിനെ കുറിച്ചൊക്കെ എല്ലാം അറിയാമല്ലോ, ഡോക്ടർ അണ്ടർ അനസ്തേഷ്യയിലല്ലേ ഓപ്പറേഷൻ ചെയ്തുള്ളൂ, മുന്നൊന്നിനെ പേടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവളെ സമാധാനിപ്പിച്ചെങ്കിലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ നീ എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തരില്ലേ അമ്മയെന്ന് ചോദിച്ചു. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് 2 മാസത്തിനകം ഈ ഓപ്പറേഷത്തിന് ഡേറ്റ് തന്നതിന് മുമ്പ് തന്നെ അവൾ കൺസീവായി പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മോളെന്നോട് പറഞ്ഞു ഇനി ഡോക്ടറെ കാണണോ മാമി? ഞാൻ പറഞ്ഞു ഡോക്ടറെ കണ്ടോ കുഴപ്പമില്ല, പക്ഷേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യത്തില്ല, അപ്പം ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ 1.5 മാസമായപ്പോൾ ജനുവരിയിൽ പ്രഗ്നൻറ്റ് പോസിറ്റീവ് അറിഞ്ഞ് ഫെബ്രുവരിയിൽ അത് അബോർട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, അവൾക്ക് ഒത്തിരി വിഷമമായി. 3-4 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് അവൾക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഒന്ന് പോസിറ്റീവ് കാണിച്ചിട്ട് പിന്നെ അത് അബോർട്ടായി പോയപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമായി. എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്ക് വന്ന് ഇവിടെ വന്ന് എന്നും മിക്കവാറും വരും ഞാൻ ഇവിടെ ഒന്നും പ്രാർത്ഥിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 29. അതിനുശേഷം എന്നും ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസം കൂടെ വന്ന് പേപ്പർ മേടിച്ചുകൊണ്ട് പോകും. പേപ്പറൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യായിരുന്നു, പ്രാർത്ഥിക്കുമല്ലോ കഴിയും. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു എൻ്റെ ഫോണിൽ ഞാൻ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റായി അങ്ങ് ഫോൺ നിന്നുപോയി. ഞാനടുത്ത് എന്ത് പറ്റി, എൻ്റെ ഫോൺ അഴുക്കായതായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ അന്നേരം എനിക്കെന്തോ ഒരു ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് തോന്നി. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു, എല്ലാം പ്രാർത്ഥന. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഫോൺ അങ്ങ് ശരിയാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ ജൂം ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ലേഡിയുടെ കണ്ണ്, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു, എടി ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണുന്നത്? അപ്പം നിൻ്റെ വീട്ടിൽ അമ്മ മാതാവ് വന്നതാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചതൊക്കെ, അമ്മ മാതാവ് നിൻ്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു. ആ മാസം തന്നെ 90 ദിവസമായില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട്, മോള് പ്രഗ്നൻ്റായി എന്ന് അവളെന്നെ കേൾപ്പിച്ചു, പ്രഗ്നൻ്റ് പോസിറ്റീവ്. അങ്ങനെ 9 മാസം പൂർണ്ണ ഗർഭിണിയായി അവളൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് ഇന്നീ കൂട്ടത്തിൽ നിൽക്കുന്നത്, അവളും മോളുമാണ്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, എൻ്റെ മോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്താതെ എനിക്ക് തരണം. ഞാനിവിടെ വന്ന് എൻ്റെ അമ്മ മാതാവിനെ കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് അമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് കാണിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് മക്കളെ കൊണ്ടുപോയത്. അതിനുശേഷം അവർക്ക് UK ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവർ UK താമസം. UK ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അവരാഗ്രഹിക്കുന്ന പോലെ ഒരു വീട് മേടിക്കാൻ അവർക്ക് അവസരം കിട്ടി. അമ്മ മാതാവ് അതിന് കനിഞ്ഞു. പിന്നെ ഞങ്ങൾ കോവിഡ് കാലത്തൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കോവിഡിലും മരിച്ച് ജീവിച്ച വ്യക്തികളാണ്. അന്നും അമ്മ മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഞാൻ എന്ത് കാര്യം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാലും അമ്മ മാതാവ് അതെല്ലാം എനിക്ക് സാധിച്ചു തരാറുണ്ട്. അതിനൊരു പരിഹാര മാർഗ്ഗം ഉണ്ടാക്കി തരാറുണ്ട്. എന്ത് കാര്യത്തിനും. മോള് UK പോകാനാണെങ്കിലും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങൾക്കും ഓരോരോ പരിഹാര മാർഗ്ഗം അമ്മ തന്നെ കാണിച്ചു തരും. ഞാൻ അറിയുകയും അറിവില്ലാത്തതുമായ വ്യക്തികൾ എനിക്ക് സഹായത്തിനെത്തുകയും ഓരോരോ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുകയും ചെയ്ത അമ്മ മാതാവാണ് എല്ലാത്തിനും മുമ്പിൽ. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉള്ളത്. എന്നും ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ഭക്തിയായിരിക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ അസുഖമുള്ളവരുടെ അടുത്തൊക്കെ പോയി അസുഖങ്ങൾക്ക് ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും, വൃദ്ധാലയങ്ങളിൽ പോയി അവർക്ക് പറ്റുന്നവർക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കുകയും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയും പൈസയായിട്ടും അവർക്കങ്ങനെ പല ഇതും വൃദ്ധാലയത്തിലും ഓൾഡ് ഏജ് ഹോമിൽ എല്ലായിടത്തും അനാഥാലയങ്ങളിലൊക്കെ പോയി എല്ലാം ചെയ്യും. യൂട്യൂബിൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് പാവങ്ങൾ പൈസ അയക്കണമെന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് പൈസയൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ വീടുകളിലാണ്ട് അടുത്തുള്ളവർക്കും ഒക്കെ അസുഖമായിട്ട് കിടക്കുന്നവരൊക്കെ പോയി സഹായിക്കും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പത്രങ്ങളാണെങ്കിലും ഞാൻ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കും. അവരോടൊക്കെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പേപ്പറുകൾ കൊടുക്കും.
ഞങ്ങളുടെ കുടുംബശ്രീകളിലൊക്കെ പേപ്പർ എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും പിന്നെ ചിലരൊക്കെ കളിയാക്കും, എന്നാലും ഞാനത് ഒന്നും കാര്യമാക്കാറില്ല. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, അമ്മയുടെ പ്രാർത്ഥിക്കുന്നവർക്ക് നന്നായി മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എല്ലാവർക്കും ഫലം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഓരോരോ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പറയുവാനുണ്ട്. പക്ഷേ എല്ലാം ഞാനിവിടെ പറയുന്നില്ല, ഇപ്പം സമയത്ത് ചുരുക്കം കാരണം. അമ്മ മാതാവ് അറിയുന്നില്ല. അമ്മ മാതാവിന് യേശുപ്പച്ചനും കോടാനുകോടി നന്ദി. ആത്മീയ ജീവിത പ്രാർത്ഥന എന്നും രാവിലെ നേരം വെളുത്ത് എണീറ്റാലുടൻ അമ്മ മാതാവിൻ്റെ നാമത്തിലാണ് എണീക്കുന്നത്. ദിവസം മുഴുവൻ അമ്മ മാതാവ് പ്രാർത്ഥിക്കും. യൂട്യൂബിലൊക്കെ തന്നാൽ അച്ഛൻ്റെ ആരാധനകളൊക്കെ കൂടും. ഓരോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കും. വീട്ടിലും എന്നും പ്രാർത്ഥനയുണ്ട്. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുവിന് പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും ഞാൻ കിടക്കാറില്ല. കൊന്ത ചൊല്ലും, ജപമാല ചൊല്ലും. ജപമാലയിൽ ഞാനിവിടെ ഒക്ടോബറിൽ ജപമാല കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ ജീവനോടെ രക്ഷപ്പെട്ടു പോയത് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. ഒത്തിരി തിക്കും തിരക്കിനകത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും വീണു പോകാൻ പോലെ തുടങ്ങി. അന്നും ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ജീവനോടെ വീട്ടിലെത്തില്ലെന്ന്. പക്ഷേ അമ്മ മാതാവ് കൈപിടിച്ച് ഞങ്ങളെ ഉയർത്തി അവിടെ നിന്ന് കൊണ്ടുപോയി വീട്ടിലെത്തിച്ചു. അത്രയ്ക്കും തിക്കും തിരക്കുമായിരുന്നു. ആ ജപമാലയിൽ ഞാൻ പങ്കെടുത്തിന് കാലുകൊണ്ട് നടക്കാൻ പോലും വയ്യാതെ ഉണ്ട്. അവിടെ അങ്ങനെ ഞാൻ ആ ജപമാലയിൽ പങ്കെടുത്തു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ജപമാലയിൽ പങ്കെടുക്കേണ്ടതെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ പോയി ആ ജപമാലയിൽ പങ്കെടുക്കുകയും അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരികയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാനാണെങ്കിൽ. യേശുപ്പച്ചനും കൃപാസന മാതാവിനും കോടി നന്ദി. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. മോശ തൻ്റെ ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ ജനം അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം കേൾക്കുന്ന ഒരു ദൈവമാണ്. ദൈവ സാന്നിധ്യമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവം കൂടെയുള്ള ഒരു ശ്രേഷ്ഠ ജനമാണ് ഉടമ്പടി മക്കൾ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും കൂടെയുള്ള ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് ഓരോ മക്കളും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം വചനം പറയുന്നത് പോലെ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്നാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ആ യാത്രയിൽ നാം മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തിന് ശ്രേഷ്ഠമായ ഒരു ജനതയാണ് ഉടമ്പടി മക്കൾ. ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ എന്ത് കാര്യവും ഈശോയിലേക്ക് സമർപ്പിക്കാവുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. എന്തായാലും ഏതായാലും അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല, നഷ്ടപ്പെട്ടു പോകും, ഇനി നടക്കില്ല എന്ന് തോന്നുന്ന ഏത് കാര്യമായാലും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, കാനായിൽ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയുടെ കരങ്ങളിലേക്കാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. സതി അശോകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് 4 വർഷത്തോളം കുഞ്ഞില്ലാതെ പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു ദമ്പതികളുടെ കാര്യമാണ്. അത് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 മാസം ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടിക്ക് മുൻപ് പ്രാർത്ഥിച്ചു. പക്ഷേങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ട്. ഫസ്റ്റ് ചൈൽഡ് അബോർഷനായി. പിന്നീട് വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ സഹോദരി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് 3 മാസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെയാണ് മകൾ വീണ്ടും പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിലൂടെ ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെയും അസാധ്യമായി തോന്നിയ കാര്യമാണ് ഈശോയും അമ്മയെ നടത്തി കൊടുത്തത്. പിന്നീട് ഈ മകളുടെ സാക്ഷ്യം പറഞ്ഞത്, UK ഒരു ഭവനം കിട്ടുക എന്നത് ഒരു വളരെ പ്രയാസകരമായ, വളരെ ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലിലൂടെയാണ് മകൾക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും അസാധ്യമെന്ന് താവുന്ന കാര്യങ്ങളെല്ലാം ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ഒരു ശ്രേഷ്ഠ ജനമാണ്.
നമ്മൾക്ക് ഈശോ സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിത യാത്രയിൽ ഉടമ്പടി വഴി ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 15:18 പറയുന്നത്. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. നമ്മളെ ദൈവത്തിന് നന്നായി അറിയാം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നാണ് പുറപ്പാട് 14:14 പറയുന്നത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനും നമുക്ക് വേണ്ടി വാദിക്കാനും നമുക്ക് വേണ്ടി യാചിക്കാനുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിന് മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് പുറപ്പാട് 34:10 പറയുന്നത്. ഉന്നത്തെ കാലത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലൂടെ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും ഇടപെടുവാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സതി അശോകന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ക്ഷീർണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെൽമിയ ജോസ്. ഞാനിപ്പോൾ MBBS ഫൈനൽ ഇയർ കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യാനായിട്ട് നിൽക്കുന്നു. എൻ്റെ സ്ഥലം കാക്കൂർ സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 28/12/2023 ആദ്യമായി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ ഫസ്റ്റ് ഇയർ ഫൈനൽ എക്സാം യൂണിവേഴ്സിറ്റി ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ഫസ്റ്റ് എക്സാം അനാട്ടമി പേപ്പർ 1 ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു എക്സാമാണ്. അതിനകത്ത് വന്ന പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം എനിക്കറിയാമായിരുന്നു. അപ്പോൾ നല്ല കോൺഫിഡൻസിൽ എക്സാം എഴുതാൻ തുടങ്ങി. പക്ഷേ ഞാൻ എക്സാം എഴുതി എസ്സേ കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം തീർന്ന് അരമണിക്കൂറേ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, പാനിക്കായി. പിന്നെ എന്തൊക്കെയോ കാണിച്ച് ആ എക്സാം ഫിനിഷ് ചെയ്തു. പക്ഷേ തോറ്റു പോകുന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഞാൻ വാക്ക് കൊടുത്ത് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം. എന്നിട്ട് പറഞ്ഞു ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. എന്നിട്ട് പിന്നെ ഞാനൊരു എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. അതിനകത്ത് ഒരു ടീച്ചർ ഇരുന്ന് ഭയങ്കര സ്പീഡിൽ എല്ലാവർക്കും റിസൾട്ട് കൊടുക്കുന്നു. അതിനകത്ത് ഒരു മാർക്ക് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. ആ മാർക്കായിരുന്നു എനിക്ക് എക്സാമിന് കിട്ടിയത്. ഫസ്റ്റ് ഇയർ ഞാൻ പാസ്സായി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞാൻ ഉടമ്പടി എടുത്തു. എന്നിട്ട് അപ്പോൾ അത് പിന്നെ എനിക്ക് അങ്ങോട്ട് ടൈം മാനേജ്മെൻറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അമിതമായ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അന്ന് ആ ഒരു ഇഷ്യൂ വന്ന പിന്നെ എനിക്ക് ഭയങ്കര അമിതമായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്കിത് പറ്റില്ല, ഒരിക്കലും ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ചാലും എഴുതാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥ. അപ്പോൾ ഈശോയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധ അമ്മയുടെ സഹായം ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. അപ്പം ഞാൻ ഇത് മൊത്തം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇയറും പാസ്സായി. തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ സിവിയർ ആയിട്ട് വന്നു. പക്ഷേ അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലെപ്റ്റോസ്പൈറോസിസ് പോസിറ്റീവ് ആണെന്നാണ് കാണിച്ചത്. അത് ഫോൾസ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ അവർ അതിനു വേണ്ടി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റഡി ലീവിൻ്റെ ഫുൾ സമയത്തും എനിക്ക് പനിയും, ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോവുക, എനിക്ക് പഠിക്കാനേ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം പെട്ടെന്ന് വന്നു. ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പറഞ്ഞു. കാരണം എനിക്ക് പാസ്സാവാനേ പറ്റത്തില്ല, കാരണം ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാനേ പറ്റില്ല, എഴുന്നേറ്റ് നിൽക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സുഗന്ധാഭിഷേകം മാതാവിൻ്റെ കിട്ടി. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ തലേദിവസം എനിക്ക് ഭയങ്കര പനിയായിരുന്നു. കാശുരൂപവും ഉടമ്പടി ഉപ്പും ആയിട്ടായിരുന്നു ഞാൻ എക്സാം ഹോളിൽ കയറിയിട്ട്. അപ്പോൾ എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഡിസ്കസ് ചെയ്തു. എന്നിട്ട് കയറിയപ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നത്. എനിക്ക് ആ എക്സാം നല്ല മാർക്കോടെ പാസ്സാവാൻ പറ്റി. തേർഡ് ഇയർ ഫൈനൽ ഇയർ വന്നപ്പോഴത്തേക്കും ഫൈനൽ ഇയറിൽ 11 സബ്ജക്റ്റാണ്. അഗ്രിഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 9 പേപ്പറും 6 പ്രാക്ടിക്കലുമാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു എക്സാം ഡേറ്റ് വന്നത്. ഞാൻ പഠിക്കുന്നത് തമിഴ്നാട്ടിലാണ്. സോ MGR യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല. പേപ്പർ 1 കഴിഞ്ഞ് പേപ്പർ 2, അത് കഴിഞ്ഞ് ഒരു ദിവസം അവധി, പിന്നെ നെക്സ്റ്റ് പേപ്പർ, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാം. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഇത്രയും സബ്ജക്റ്റും ഉണ്ട്, പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇതായി. അപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു പീഡിയാട്രിക്സും മെഡിസിനും. ഈ പീഡിയാട്രിക്സിൻ്റെ തലേദിവസം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതായത് വലിയ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്
ഒക്കെ പഠിച്ചതൊന്നും ഓർമ്മയില്ല. അപ്പോൾ വേറെ ടെക്സ്റ്റ് എടുത്തിട്ടൊന്നും മനസ്സിലാവില്ല എന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മുട്ടുകുത്തി 2 നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഹാർട്ടും ഫ്ലവറും വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, സാറില്ല ഈശോ പാസ്സാക്കും, അങ്ങനെ ഒരു ഇതായി. എന്നിട്ട് തിയറി എക്സാം ഫുൾ കഴിഞ്ഞ് പ്രാക്ടിക്കൽ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ പ്രാക്ടിക്കലിനും ഭയങ്കര പേടിച്ച് അറിയാവുന്ന കേസ് മാത്രമേ വരാവുള്ളൂ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. എല്ലാ എക്സാമിനും ഞാൻ ഒരടയാളം ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും വന്ന എക്സാമിനേഴ്സ് ഒന്നില്ലെങ്കിൽ പച്ച സാരി ഉടുത്തായിരിക്കും, അല്ലെങ്കിൽ നീല സാരി ഉടുത്തായിരിക്കും, അല്ലെങ്കിൽ ഗ്രേ കളർ സാരി ഉടുത്തായിരിക്കും. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ പാസ്സാക്കും, അങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷേ മെഡിസിൻ്റെ പ്രാക്ടിക്കൽ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ കേസും പഠിച്ചിട്ടാണ് പോയത്. ഒരു കേസ് മാത്രം, ഒരു കാർഡിയോളജി എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഞാൻ കുറച്ച് വിട്ടാണ് പോയത്. പക്ഷെ അതേ കേസ് തന്നെ എനിക്ക് വന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പോയി, ഇത് പൊട്ടും എന്നുള്ള രീതിയായി. അപ്പോൾ ഞാൻ മാതാവിന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ കേസൊക്കെ എടുത്തത്. എന്നിട്ട് ഞാൻ മാതാവിന് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ഞാൻ വൈവയ്ക്ക് കയറുന്നതിന് മുമ്പ് ടേബിളിൻ്റെ അടിയിൽ മൊത്തം ഉപ്പ് വെതറിയിട്ടാണ് കയറിയത്. ആ വൈവ സ്റ്റാർട്ടായി, അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറച്ച് അറിയത്തില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഉപ്പ് വെതറി. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് അറിയാമായിരുന്നു, എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. അപ്പോൾ ജീസസ് ഇസ് ദ ബെസ്റ്റ് ഹീലർ, അതായത് സക്സസ് ജീസസിൻ്റെ കയ്യിൽ നിന്നാണ്. ആ ഒരു ബോധ്യം, കൂടുതൽ ദൈവസ്നേഹം, അതെന്നെ കൂടുതൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുത്താനായിട്ട് സഹായിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും പത്രം എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും മേടിച്ച് വിതരണം ചെയ്തിരുന്നു. അത് തമിഴ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനത്തെ ഭാഷകളിലായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഫൈനൽ ഇയറിൽ 11 സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ 11 കെട്ട് പത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് മൊത്തം വിതരണം ചെയ്തു. പിന്നെ സ്റ്റാറ്റസ്, സ്റ്റോറി, അങ്ങനെ കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഡെയിലി ബ്രെഡ്, ലിവിങ് ഓറക്കിൾസ്, ഉടമ്പടി ധ്യാനം, ബ്രദർ വിജയകുമാർ സാറിൻ്റെ ധ്യാനം, അങ്ങനെ എല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ മാതാവിനെ പറ്റി പറയുകയും അവരെ കൊണ്ടൊക്കെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ, ഉടമ്പടി എല്ലാം എടുപ്പിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കെപ്പോഴും ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് അവിടുത്തെ ഫുഡ് ഒട്ടും പിടിക്കുന്നില്ല. എനിക്ക് അടിക്കടി ഞാൻ ഹോസ്പിറ്റലിലാവും, ഗ്യാസ്ട്രൈറ്റിസ് വന്ന്. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെനിക്ക് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അറ്റൻഡൻസേ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവും, ഈ ഹോസ്പിറ്റലൈസേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നാലും എനിക്ക് ഹോസ്പിറ്റലൈസേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പിന്നെ വെച്ച ഒരു നിയോഗമായിരുന്നു, എൻ്റെ അനിയത്തി 10th പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾക്ക് നല്ല ഉയർന്ന മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞു വെച്ചായിരുന്നു. അവൾക്ക് അതുവരെയും കുറച്ച് പാടായിരുന്നു, അവൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് 10th ഫുൾ A+ കിട്ടി, 96 എബോവ് മാർക്ക് കിട്ടാനായിട്ട് സഹായിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, സ്ട്രീറ്റിൽ പിന്നെ വഴിയരികിലും ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഫുഡ് പാക്കറ്റ് മേടിച്ച് വിതരണം ചെയ്തിരുന്നു. പിന്നെ ആരെ കണ്ടാലും ആരെങ്കിലും മുമ്പിൽ കൈ നീട്ടി എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തു, അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇത്രയും നന്ന ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി. ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരുപാട് ഉയരാനായിട്ട് സഹായിച്ചു. എനിക്ക് ജപമാലയോട് അധികം ഭക്തി ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ജപമാല ഭക്തി ഭയങ്കരമായിട്ട് കൂടി. പിന്നെ ദൈവത്തോട് സ്നേഹം ഭയങ്കരമായിട്ട് കൂടി. ആദ്യ കുർബാന സ്വീകരിച്ച ആ സമയത്ത് നല്ല കുർബാനയിൽ ഭയങ്കര അനുഭവം കൊണ്ട് കുർബാന കൂടിയിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അത് ഗ്രാജുവലി അത് നഷ്ടമായി. ഇപ്പോൾ വീണ്ടും ആ ഒരു ഭയങ്കര അനുഭവത്തോടെ കുർബാനയിൽ പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം ലഭിച്ചു. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെയാണ്. നാം എപ്പോഴും ഇല ചൂടി, എപ്പോഴും പച്ചയായി, എപ്പോഴും ഫലം ചൂടി നിൽക്കുന്ന ഒരു നല്ല വൃക്ഷമായി വളരാനാണ് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കേണ്ടതെന്ന് ഈ മകളുടെ ഡെൽമിയ ജോസിൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഡെൽമിയ ജോസ്
ഇപ്പോൾ MBBS കഴിഞ്ഞ് പാസ്സായി അതിൻ്റെ വലിയ സന്തോഷത്തിൽ ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടി ജീവിതം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് തന്നെ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നതാണ്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മകൾക്ക് മനസ്സിലായത് ഞാനൊരു പക്ഷേ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും, എനിക്ക് ഏകമാർഗം ഇനി ഉടമ്പടി മാത്രമാണ് എൻ്റെ ഏകമാർഗമെന്ന് ഡെൽമിയയ്ക്ക് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം അപേക്ഷിക്കാനും മകളുടെ വാക്കുകളിൽ പറയുന്നത് പോലെ ഞാനൊരു ജപമാല ഭക്തിയുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയോട് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധ അമ്മ ജീവിതത്തിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ, പലപ്പോഴും തിരുനാളത്തിലെല്ലാം പരിശുദ്ധ അമ്മ സാമീപ്യം കാണിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഈ മകൾക്ക് മനസ്സിലായത് അമ്മ ഒരു കഥയല്ല, അമ്മ എപ്പോഴും ജീവിക്കുന്ന ഒരു പ്രസൻസ്. ഇവിടെ അത്ഭുതത്തോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എൻ്റെ എല്ലാ ദുരന്താവസ്ഥകളിലും അമ്മ ഇടപെടുന്നു എന്ന് മകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് തന്നെ ദൂതനെ അയച്ച് ഞാൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുമെന്ന് നാം വായിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മകൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് ഒരു ഫ്രണ്ടുമായി കമ്പൈൻ സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെയാണ് ഈ മകൾക്ക് പരീക്ഷയ്ക്കായി ചോദിച്ചതും അപ്പോൾ വളരെ കൃത്യമായി ഉത്തരം നൽകാൻ സാധിച്ചുമെന്ന് മകളേറ്റു പറയുന്നു. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും മാറ്റി നമ്മുടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതഭാരം ലഘൂകരിക്കുന്നതായി ഡൽമിയ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ കൃത്യമായി ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി തൻ്റെ കൂട്ടുകാരുടെയും തന്നോടൊപ്പം ഉള്ളവർക്കെല്ലാവർക്കും ആ വിശ്വാസ കൈമാറ്റം നടത്തുവാനായിട്ട് ഈ ഒരു പഠനകാലം മകളെ സഹായിച്ചു എന്ന് ഏറ്റു പറയുന്നു. തിയറി എക്സാം ഒരുവിധം കടന്നു കിട്ടിയപ്പോഴാണ് വൈവ വളരെ ശക്തമായ ഒരു പ്രാക്ടിക്കൽ എക്സാം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായി. അവിടെയാണ് ഈശോ ആരാണെന്ന് ഡെൽമിയയ്ക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. ഡെൽമിയ പറയുന്നത് ഡോക്ടർ രേവതി ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ജീസസ് ഒരു വൂണ്ടഡ് ഹീലറാണെന്ന് രേവതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെൽമിയ പറയുന്നത് ഈശോ ഈസ് ദ ബെസ്റ്റ് ഹീലർ എന്നാണ്. ഒരു രോഗിക്ക് സൗഖ്യം നൽകുന്നത് ഈശോ മാത്രമാണ്. ഈശോ പലപ്പോഴും സൗഖ്യം നൽകുമ്പോൾ ചെവിയിൽ കൈയിടുന്നതായും കണ്ണിൽ ചെളി പുരട്ടുന്നതായും എല്ലാം പറയുന്നുണ്ട്. തൊട്ട് സ്നേഹിക്കുന്ന ഒരു ഈശോയെ ഒരു ഡോക്ടർക്ക് മനസ്സിലായതിൻ്റെ കൂടി ഒരു സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മകൾ പറഞ്ഞു വിട്ടുപോയ ഒരു കാര്യം, എല്ലാ ദുരന്തങ്ങളിലൂടെ ചില സമയങ്ങളിൽ തൻ്റെ ആഗ്രഹങ്ങൾ ഈശോ എന്നെ എത്രമാത്രം പേഴ്സണലായി സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം മകളവിടെ പറഞ്ഞിരുന്നു. ഈ മകൾക്ക് ഇവർക്ക് 3 പേരായിട്ടാണ് ഒരു റൂം ഷെയർ ചെയ്തിരുന്നത്. ആ സമയത്ത് മകൾക്കൊരാഗ്രഹം വന്നു, എനിക്ക് പേഴ്സണലായി ഈശോയെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം, എനിക്ക് പഠിക്കണം, എനിക്കൊരു സിംഗിൾ റൂം ആവശ്യമാണെന്ന്. പക്ഷേ അവരുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു കേടുവന്നു. അത് അവരെ എല്ലാ സ്റ്റുഡൻസിനെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും തന്നെ സിംഗിൾ റൂം പ്രൊവൈഡ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഡെൽമിയയ്ക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കൊച്ചു ആഗ്രഹങ്ങൾ പോലും ദൈവം എത്രമാത്രം കരുതലോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഡെൽമിയ പറയുന്നത്. നമുക്ക് ഏതൊരവസ്ഥയിലും ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ദൈവം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ് ഡെൽമിയ എന്നിവിടെ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ അനുജത്തിയുടെ പരീക്ഷയിലുണ്ടായ ഒരു വിജയത്തെക്കുറിച്ചുമെല്ലാം താൻ എവിടെയെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വെച്ചുവോ അവിടെയെല്ലാം 10 മടങ്ങ് മകൾക്ക് അനുഗ്രഹവും കൃപകളും നൽകിയതായി ഏറ്റു പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ പഠനകാലത്തും ജോലി സമയങ്ങളിലുമെല്ലാം ഉള്ള തകർച്ചകളെയും പ്രതിസന്ധികളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഡൽമിയ ജോസിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 2024 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ കൂട്ടുകാരി മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ പേര് അംബിക. വൈക്കത്തു നിന്നാണ്, വൈക്കം ഇടയാഴം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇതുപോലൊരു വേദിയിലോ ഒന്നും ഞാൻ കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ തന്നെ നിൽക്കണം. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് നിന്ന് പറയാൻ പോലും പറ്റിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും. ഞാൻ ഒരുപാട് സഹനങ്ങളിൽ നിന്ന് വന്നതാണ് ഞാനിവിടെ. എൻ്റെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തി എല്ലാ കാര്യങ്ങളിലും എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 4 കാര്യങ്ങളാണ് വെച്ചത്. 1, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റണം. പക്ഷേ എനിക്ക് നിവൃത്തിയില്ലാത്ത ഒരാളാണ്. പക്ഷേ എങ്കിൽ സഹോദരങ്ങളുമായിട്ട് ഒരിക്കലും പിണങ്ങരുതും, അയൽവാസിയായിട്ട് പിണങ്ങരുതും. അതായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഇവിടെ എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു.
അത് 3.5 ലക്ഷം രൂപ വരെ ഞങ്ങൾ അടച്ച് അത് പലിശയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല. 2 പേരും കാലിന് മേലാത്തവരാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും. വേറെ ആശ്രയമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് കൊടുക്കാൻ പറ്റാതെയായി. പല പ്രാവശ്യമായിട്ട് ജപ്തി നടപടികൾ കാര്യങ്ങൾ വന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്കിൽ പോലും ഞാൻ ഓരോരുത്തർക്കായിട്ട് എനിക്ക് നടന്നു പോയൊന്നും ചെയ്യാൻ പാടില്ലെങ്കിലും ഇവിടെ വന്ന് പത്രവും വാങ്ങിക്കും. അത് കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവാണ് ആ പത്രം എല്ലായിടത്തും കൊടുക്കുന്നത്. ആ കൂടെ ഞാനും പോകും. ഞാൻ പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അത് മരുന്നിനൊക്കെയാണ് എനിക്ക് നല്ലൊരു പൈസ വേണമായിരുന്നു. എല്ലാം എൻ്റെ അമ്മമാതാവും തിരുക്കുമാരനും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ 2 പേരെയും കൂട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ജോസഫച്ചനെ ഉണ്ട് 40 ദിവസം അച്ഛൻ പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ കടം തീരാൻ പോകുകയാണ്. 7.5 ലക്ഷം രൂപ എനിക്ക് കടം ഉണ്ടായിരുന്നു. എനിക്കത് ഞാൻ ആ കടം എങ്ങനെ വീട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അച്ഛൻ എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, 40 ദിവസമൊന്ന്. ഞാനിവിടെ വന്ന് ആ ജപ്തി നോട്ടീസുമായിട്ട് ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞ്, ഞാൻ എത്ര രൂപയാണ് നിങ്ങൾക്ക് അടക്കേണ്ടത്? 50 പൈസ പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എത്ര രൂപയാണ് അടക്കേണ്ടത്? അത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ്. അത് എനിക്കെന്ത് നിങ്ങൾക്ക് കുറച്ച് തരാം, അതും എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ 1.5 ലക്ഷം രൂപ കുറച്ച് തരാം, ബാക്കി 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പം നിങ്ങളിതെങ്ങനെ അടക്കുമെന്ന് എന്നോട് ചോദിച്ചു. നിങ്ങളിത് നടക്കാനാണോ പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നടക്കും. അതെങ്ങനെ നടക്കും? എൻ്റെ അമ്മമാതാവ് നടത്തി തരും. ഉടനെ അവർ പറഞ്ഞ് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. അവിടെ ചെന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അച്ഛൻ എനിക്കൊരു ലോക്കറ്റും ഉപ്പും തന്നാൽ വിട്ട ലോക്കറ്റ് എൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട് ഉപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച്. വീട്ടിലും ഡെയിലി സമയങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് ഉറക്കം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ മോള് പറഞ്ഞ് ഞാൻ കാരണമല്ലേ അമ്മക്ക് കടവും വന്ന് ഈ അമ്മയ്ക്ക് വീടും ഇല്ലാതെ വരും, ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അവൾ ഉടമ്പടി എടുത്തു. പക്ഷെ അവളും പ്രാർത്ഥിച്ച് ഈ കടം തീർത്ത് കിട്ടണം, ആ വീട് തിരിച്ച് കിട്ടണമെന്നുള്ളത്. അതുപോലെ എനിക്ക് ആ അച്ഛൻ പറഞ്ഞ ദിവസത്ത് ഈ 38ാമത്തെ ദിവസം എൻ്റെ പൈസ ഞാൻ കൊടുത്ത് തീർത്ത്. 40 എന്ന് അച്ഛൻ പറഞ്ഞിട്ട് അതിന് മുമ്പ് പൈസയും കൊടുത്ത് 40ാമത്തെ ദിവസം എൻ്റെ പ്രമാണം ഞാൻ തിരിച്ചെടുത്ത്. എനിക്കിത് എൻ്റെ അമ്മയെന്ന് പറയാൻ പറ്റിയല്ല, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. എല്ലാവരും വന്ന് അതുപോലെ ചെയ്യണം. അമ്മയെ വിളിച്ചാൽ അമ്മ വിളി കേൾക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കരഞ്ഞ് വിളിച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ അമ്മ കരയും. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ തിരുക്കുമാരൻ്റെ മാതാവും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കണ്ണ് നിറഞ്ഞാൽ അമ്മ സമ്മതിക്കുകയില്ല നമ്മുടെ കണ്ണ് നിറയ്ക്കാൻ. നമ്മളെ കരയിപ്പിക്കുകയില്ല അമ്മ. നമ്മുടെ കൂടെ വരും അമ്മ. നമ്മൾ വിളിക്കുന്നിടത്ത് അമ്മ വരും. ഞങ്ങൾ ഒരു സ്ഥലത്തും പ്രൈവറ്റ് ബാങ്കിൽ പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു ഇതില്ല. പക്ഷേ നമ്മുടെ അമ്മ മാതാവ് എനിക്ക് ആ പൈസ കുറപ്പിച്ച് 1.5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് അവസാനം വീണ്ടും അപേക്ഷ വെപ്പിച്ചവർ കുറച്ചും കൂടി കുറച്ച് തരുമെങ്കിൽ തരട്ടെ, ഇത്രയും വയ്യാത്ത ഒരാളല്ലേ എന്ന്. അങ്ങനെ എനിക്ക് വീണ്ടും 27,000 രൂപ കൂടി കുറപ്പിച്ച് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കുറച്ച് നിന്ന് ഞാൻ പ്രമാണം തിരിച്ചെടുത്ത്. പിന്നെ എനിക്ക് വേറൊരു ഞങ്ങൾക്ക് 50 സെൻറ്റ് സ്ഥലം നിലവാണ്. അത് കൃഷി ചെയ്യാമായിരുന്നു. എല്ലാ വർഷവും കൃഷി ചെയ്താൽ ഞങ്ങൾ മിഷ്യത്തിനാണ് കൊയ്യണത്. ഈ വർഷം അത് കൃഷി ചെയ്തിട്ട് മിഷ്യൻ ഇറങ്ങിയിട്ട് താന്നു പോയി. അവസാനം ഞങ്ങൾ എന്നാൽ ഇതിന് കൊയ്യേണ്ട, ഞങ്ങൾക്ക് പൈസ കൂടെ 700 രൂപ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, 1300 രൂപ ആണുങ്ങൾക്ക് കൊടുക്കണം. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞ് ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് തലകറക്കം പോലെ ഉണ്ടായി. കാരണം അത്രയും കഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി. ഉടനെ എൻ്റെ മോൾ എന്നോട് അവിടെ അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ ഈ കരയണ്ട, ഇത് നമ്മുടെ അമ്മയുണ്ട്, അമ്മ നമുക്ക് തരും എന്നും പറഞ്ഞ് പിടിച്ച് വീട്ടിൽ കൊണ്ട് ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്നു, കാശ് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ ഈ നെല്ല് കളയരുത്, നിങ്ങൾ കൊയ്ത്ത് കഴിയുമ്പോൾ എനിക്ക് കാശ് തന്നാൽ മതിയെന്ന്. പെട്ടെന്ന് ആളെ വിളിക്കാൻ പറഞ്ഞ് ആളെ വിളിച്ച് ഞങ്ങളത് കൊയ്യിച്ചിട്ട് ഞങ്ങൾക്ക് ആ ആളിന് കൊടുക്കാനുള്ള കാശും ഉണ്ടായി. ഞങ്ങൾക്ക് 2 ഗ്രാമിൻ്റെ സ്വർണം മേടിക്കാനുള്ള കാശും അമ്മ മാതാവ് തന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ചിട്ട് ചേട്ടനും ഞാനും കൂടിയാണ് കൊണ്ടു നടക്കുന്ന. അതുപോലെ ഇത്രയും അവശതയായ ഞാൻ എനിക്കൊരു വീട്ടിൽ ചെന്നൊരു രോഗിയെ നോക്കാൻ പറ്റിയല്ല. ഞാൻ ചേട്ടൻ്റെ പുറകിൽ ഇരുന്നിട്ട് അവിടെ കൊണ്ടുവന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. സാമ്പത്തികമായിട്ടൊക്കെ അവരെ ഞാൻ നന്നായിട്ട് സഹായിക്കുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കും, നമുക്ക് തികഞ്ഞിട്ട് ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാം. അപ്പം ഡ്രസ്സ് വാങ്ങിക്കും ഞങ്ങൾ. എൻ്റെ മോളും ഞാനും കൂടി വീടുകളിൽ കൊണ്ടുവന്ന് അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, വേണ്ടാത്തവർക്ക് കൊടുക്കാറില്ല. അതൊന്നും
ഇന്നും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയും നാളെ എനിക്ക് അമ്മയുടെ ഈ പിന്തുടർന്ന് എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്, മരണം വരെ നമുക്ക് അമ്മയെ തന്നെ സേവിച്ച് ജീവിക്കണമെന്നും എൻ്റെ മോളോട് എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യത്തിന് ഞാൻ അങ്ങനെ ഓരോ കാര്യത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാത്തിനും തിരുക്കുമാരനും മാതാവിനും നന്ദി 100 കോടി നന്ദി പറയുന്നു. ഇനിയും എനിക്കിതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണേന്ന് അമ്മയോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഒത്തിരി നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കാല് ഞാൻ കിടപ്പിലായിരുന്നു, അല്ലാതെ ഞാൻ നടന്ന ആളല്ല. എൻ്റെ മോടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ സംരക്ഷിക്കുമായിരുന്നു. ഞാൻ ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഞാൻ പറയാം, എനിക്കത് ആരാന്നറിയത്തില്ല. ഇവിടെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അച്ഛനും അറിയാം. ഞാൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ നല്ല കണ്ണ് തുറക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നു, മെറൂൺ കളറിലൂടെ ഉടുപ്പിട്ടിട്ട് സ്റ്റീലിൻ്റെ മാലയായിട്ടിരിക്കണത്. എന്നിട്ട് എന്നോട് പറയുന്നു, കൈ ചൂണ്ടിയിട്ട് പറയുന്നു, മോളെ നിന്നെ തിന്മയെന്നും തീണ്ടുകയില്ലെന്ന്. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി. ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് എൻ്റെ ഞാനും എൻ്റെ മോനും കൂടിയാണ് കിടക്കുന്നത്. അപ്പം മോൻ ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അതെന്താ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാന്നറിയത്തില്ല മോനെ, ഇത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലത്. പിറ്റേ ദിവസം ഞങ്ങൾ ഒരിക്കലും വണ്ടിക്ക് ഈ മേലാതെ വന്നു കഴിഞ്ഞിട്ട് ലൈൻ വണ്ടിയെ കയറിയിട്ടില്ല. പക്ഷേ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞടി, ഇന്ന് വണ്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് നമുക്ക് ബസ്സിന് പോകാം, നിന്നെ ഞാൻ കയറ്റിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഞാൻ സീറ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ കണ്ട രൂപം ഈ ബസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു പോയി. അയ്യോ, എന്നെ കാണിച്ചത് ഈ രൂപമാണല്ലോ എന്ന്. എന്നെ ശരിക്കും ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് കുടയുടെ കാല് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പറയണം, മോളെ കരയേണ്ട, നിന്നെ തിന്മ നീണ്ടുകയില്ലെന്ന്. അങ്ങനെ വന്ന് ഞാനിപ്പോൾ ഇത്രയും നേരം ഒരു ശകലം നേരം എനിക്ക് നിൽക്കാൻ പറ്റിയല്ലാത്ത ഞാൻ ഇത്രയും നേരം മാതാവിൻ്റെ ഈ മണ്ണിൽ ചവിട്ടിയല്ലോ. എനിക്കതാണ് ഏറ്റവും, ഞാൻ ഒരിക്കലും ഓർത്തില്ല ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുമെന്ന്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ ഇനി ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 138:7. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. അംബിക തങ്കച്ചൻ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ലഭിച്ച സവിശേഷമായ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും ജോസഫച്ചൻ നൽകിയ സന്ദേശത്തിലൂടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാരം എടുത്തുമാറിയതിനെയുമാണ് സന്തോഷത്തോടെ ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. കുടുംബത്തിലുണ്ടായിരുന്ന വലിയൊരു കടബാധ്യത അത് തിരികെ വീട്ടുവാനാവാതെ ഏറെ ക്ലേശിച്ച നാളുകളിൽ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ ആ നിയോഗം വയ്ക്കുകയും ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ 40 എന്ന സംഖ്യ ഈ കുടുംബത്തോട് പറയുകയും ചെയ്യുന്നു. ഈ കുടുംബം അത് 40 ദിവസത്തിനുള്ളിൽ ദൈവിക ഇടപെടൽ ലഭിക്കുമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയും അമ്മയുടെ സന്നിധിയിൽ ഈ നിയോഗം, ഈ 7 ലക്ഷം രൂപയുടെ കടബാധ്യത മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നാളുകളിൽ സ്വർണത്തിൻ്റെ വില വല്ലാതെ കൂടുകയും കയ്യിലുണ്ടായിരുന്നൊരല്പം സ്വർണം വിൽക്കുവാനും അതുവഴി ആ ബാധ്യതകൾ വേഗത്തിൽ 38ാമത്തെ ദിവസം തീർത്ത് 40ാമത്തെ ദിവസം ആധാരം തിരികെ കയ്യിൽ കിട്ടും വിധം അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ച് കൊടുത്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ വിളഞ്ഞു കിടന്ന പാടത്തിറക്കിയ കൊയ്ത്തിൻ്റെ യന്ത്രം താന്നു പോകുമ്പോൾ അത് കൊയ്തെടുക്കുവാനാവാത്ത പ്രതിസന്ധിയിലും അമ്മ മാതാവ് ദൂതനെ അയച്ച് കുടുംബത്തെ സംരക്ഷിച്ച് അത് കൊയ്തെടുത്ത് അതിൽ നിന്ന് അല്പം നീതി ലഭിക്കും വിധം കാര്യങ്ങൾ ക്രമീകരിച്ച് അനുഗ്രഹിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഏറെ ക്ലേശവും കണ്ണീരും ദുരിതവും ഒക്കെയുള്ളൊരു ജീവിതം, എങ്കിലും അല്പം പോലും പ്രത്യാശപ്പെടാതെ അക്രൈസ്തവ കുടുംബമാണെങ്കിലും പൂർണ്ണമായി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഉടമ്പടി പ്രകാരം ജീവിത വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ പ്രത്യാശയോടെ കൂടെ നിന്ന് അനുഗ്രഹിക്കും, സഹായിക്കുമെന്ന വലിയ ശരണപ്പെടലാണ് ഈ കുടുംബത്തിന് ഇന്ന് അനുഗ്രഹത്തിന് കാരണമായതെന്ന് ഏറ്റുപറയുന്നു. അമ്മയുടെ തിരുനടയിൽ ഏത് ഭാരപ്പെട്ട വിഷയവും നമുക്ക് പരിഹാരമില്ലാത്ത പ്രശ്നവും നമ്മൾ വഴിയടഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ ഈശോയ്ക്കത് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഭാരം ലഘൂകരിച്ചും സമയം ചുരുക്കിയും ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പിയും നമ്മളെ സഹായിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണ്
ഈ അമ്മയുടെ വാക്കുകളിലൂടെ നാം കേട്ടത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച്